शांति शांति ओम शांति शांति। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। तुम हो कौन, कहाँ से आए, अपने आप को जानो। राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर तुम पालो अपना बसेरा। तुम हो आत्मा तन से प्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति ओम शांति। ഓം ശാന്തി. ഇന്ന് 13/1/2026 പ്രഭാതമുരളി. बाबा कहते हैं, मीठे बच्चे, बाप की श्रीमत का रिकॉर्ड रखना माना, मुरली कभी भी मिस नहीं करना, हर आज्ञा का പാലൻ കർണ. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ബാബയുടെ ശ്രീമത്തിന് ആദരവ് കൊടുക്കുക അർത്ഥം എന്താണ്? മുരളി ഒരിക്കലും മുടക്കാതിരിക്കുക, അതുപോലെ ബാബയുടെ ഓരോ ആജ്ഞയെയും പാലിക്കുക. ഇതാണ് ബാബയുടെ ശ്രീമത്തിന് നമ്മൾ ആദരവ് കൊടുക്കുന്നുണ്ട് എന്നതിൻ്റെ അർത്ഥമെന്ന് ബാബ പറയാം. ഇനി ബാബ ഒന്ന് ചോദ്യം ചോദിക്കാണ്. അഗർ തും ബച്ചോം സേ कोई पूछे राशि खुशी हो तो तुम्हें कौन सा जवाब फलक से देना चाहिए? ബാബ പറയാണ്, അഥവാ നിങ്ങൾ കുട്ടികളോട് ആരെങ്കിലും ചോദിക്കുകയാണ് സുഖമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ബാബ പറയുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ഉത്തരമാണ് ഉറച്ചും നിശ്ചയത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് കൊടുക്കേണ്ടത്? ഏതൊരു ഉത്തരമാണ് എന്ന് ബാബ ചോദിക്കുകയാണ്. ബാബ അതിൻ്റെ ഉത്തരം പറയുന്നത്, ബോലോ പർവാഹ് ദി
പാർ ബ്രഹ്മ മേം രഹനെ വാലേ കെ വഹ് മിൽ ഗയാ ബാക്കി ക്യാ ചാഹിയേ. അതായത് ബാബ പറയാണ്, അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയണം, അതായത് ചിന്തയുണ്ടായിരുന്നു, അതായത് ബ്രഹ്മത്തിൽ വളരെ ദൂരെ ബ്രഹ്മത്തിൽ വസിക്കുന്ന ആളെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നു. ആ ആളെ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. ഇനി ബാക്കി എന്താണ് വേണ്ടത്? ഇങ്ങനെ നമ്മൾ ഉത്തരം പറയണം, അല്ലേ? പാനാദ സോ പാലിയ. എന്താണോ നേടേണ്ടിയിരുന്നത് അത് നേടിക്കഴിഞ്ഞു. തും ഈശ്വരീയ ബച്ചോം കോ കിസി ബാത്ത് കി പർവാഹ് നഹി. ബാബ പറയാണ്, നിങ്ങൾ ഈശ്വരീയ കുട്ടികൾ, അല്ലേ? നമ്മൾ ഈശ്വരന്റെ കുട്ടികളാണല്ലോ. അപ്പം നിങ്ങൾ ഈശ്വരീയ കുട്ടികൾക്ക് യാതൊരു കാര്യത്തിൻ്റെയും ചിന്ത തന്നെ ഇല്ല എന്ന് ബാബ പറയാം. തുമേം ബാപ്പിനെ അപ്നാ ബനായ, തുമാരെ പർ താജ് രഖ ഫിർ പർവാഹ് കിസ് ബാത്ത് കി. അപ്പം ബാബ നമ്മൾ കുട്ടികളെ ബാബയുടേതാക്കി മാറ്റി. അതുമാത്രമല്ല, ബാബ നമുക്ക് മേലെ കിരീടവും വെച്ചു കഴിഞ്ഞു. പിന്നെ നമുക്ക് എന്തിനെ കുറിച്ചാണ് ഇനി ചിന്ത എന്ന് ബാബ പറയാം. ഓം ശാന്തി. ബാപ്പ് സമझाते हैं बच्चों की बुद्धि में जरूर होगा कि बाबा बाप भी है, टीचर भी है, सुप्रीम गुरु भी है. इसी याद में जरूर होंगे. അപ്പം ബാബ മനസ്സിലാക്കി തരികയാണ്, അതായത് കുട്ടികളുടെ ബുദ്ധിയിൽ തീർച്ചയായിട്ടുമുണ്ട്, ബാബ അച്ഛനുമാണ്, ടീച്ചറുമാണ്, സുപ്രീം സദ്ഗുരുവുമാണെന്നുള്ള കാര്യം കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. ഈ ഒരു ഓർമ്മയിൽ തീർച്ചയായിട്ടും ഇരിക്കുന്നുണ്ട്. യഹ് യാദ് കബി കോയി സിക്കലാബി നഹി സക്തേ. ബാബ പറയാണ്, ഈ ഒരു ഓർമ്മ വേറെ ആർക്കും ഇത് പഠിപ്പിക്കാൻ സാധിക്കില്ല എന്ന് ബാബ പറയാം. ബാപ്പ് ഹി കൽപ്പ് കൽപ്പ് ആക്കർ സിക്കലാത്തേ ഹെ. ബാബ തന്നെയാണ് ഇത് കൽപ്പകൽപ്പം വന്ന് നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു തരുന്നത്. വഹി ജ്ഞാൻ സാഗർ പതീത് പാവൻ ബി ഹെ. ബാബ ജ്ഞാനസാഗരനുമാണ്, അതുപോലെ പതീത പാവനനുമാണ്. അപ്പം ബാബ തന്നെയാണ് വന്ന് നമ്മൾ കുട്ടികൾക്ക് ഈ പഠിപ്പ് കൽപ്പകൽപ്പം തരുന്നത്. വഹ് ബാപ്പ് ബി ഹെ, ടീച്ചർ ബി ഹെ, ഗുരു ബി ഹെ. ബാബ അച്ഛനുമാണ്, ടീച്ചറുമാണ്, ഗുരുവുമാണ്. യഹ് അബ് സമझा जाता है जबकि ज्ञान का तीसरा नेत्र मिला है. അതായത് എപ്പോഴാണോ ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം നമുക്ക് ലഭിക്കുന്നത്, അപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? ബാബ നമ്മുടെ അച്ഛനുമാണ്, ടീച്ചറുമാണ്, ഗുരുവുമാണ്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം ലഭിക്കുമ്പോഴാണെന്ന് ബാബ പറയാം. बच्चे बल समझते तो होंगे परंतु बाप को ही भूल जाते हैं तो टीचर गुरु फिर कैसे याद आएगा. അപ്പം ബാബ പറയാണ്, കുട്ടികൾക്ക് അറിയുന്നുണ്ട് ബാബയെ, പക്ഷേ കുട്ടികൾ മറന്നു പോവുകയാണ്, അല്ലേ? ബാബയെ തന്നെ മറന്നു പോകാണ്. അപ്പം ബാബ പറയാണ്, ബാബയെ തന്നെ മറന്നു പോവുകയാണെങ്കിൽ പിന്നെ ടീച്ചറെയും ഗുരുവും അവരുടെ കാര്യം പിന്നെ പറയാനുണ്ടോ? അവരെ പിന്നെ എങ്ങനെ ഓർമ്മിക്കുമെന്ന് ബാബ പറയാം. അവരെ പിന്നെ എങ്ങനെ ഓർമ്മ വരും? മായ ബഹുത്ത് ഹി പ്രബൽ ഹെ ജോ തീൻ രൂപ മേ മഹിമ ഹോത്തെ ഹുയേ ബി തീനോം കോ ബുലാ ദേത്തി ഹെ ഇത്തിനി സർവശക്തിവാൻ ഹെ. അപ്പം ബാബ പറയാണ്, മായ എന്ന് പറയുന്നത് വളരെ പ്രബലനാണ്. അതായത് 3 രൂപത്തിലും മഹിമ ഉണ്ടായിരുന്നിട്ട് കൂടി, അതായത് അച്ഛൻ, ടീച്ചർ, സദ്ഗുരു, 3 രൂപത്തിലും മഹിമയുണ്ട്. അത്രയും മഹിമ ഉണ്ടായിരുന്നിട്ട് കൂടി ഈ 3 രൂപത്തെയും മായ മറപ്പിക്കുന്നു എന്ന് പറയാം. അത്രയ്ക്കും സർവശക്തിവാനാണ് മായ എന്ന് ബാബ പറയാം. ബച്ചേ ബി ലിഖ്തേ ഹേ ബാബ ഹം ഭൂൽ ജാത്തേ ഹേ. കുട്ടികളും എഴുതുന്നുണ്ട്, ബാബ ഞങ്ങൾ മറന്നു പോകുന്നു. മായ ഏസി പ്രബൽ ഹേ. മായ അത്രയ്ക്കും പ്രബലനാണ്. ഡ്രാമ അനുസാർ ഹേ ബഹുത്ത് സഹജ്. പക്ഷെ ഡ്രാമ അനുസരിച്ച് ഇത് വളരെ സഹജമാണ്. ബച്ചേ സമझते ഹേ ഏസാ കബി കോയി ഹോ നഹി സക്ത. അതായത് കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, ഇങ്ങനെ ഒരിക്കലും ആരും ഉണ്ടാകില്ല. അതായത് എങ്ങനെ? വഹി ബാപ്പ് ടീച്ചർ സദ്ഗുരു ഹേ സച്ച് സച്ച്. അതായത് അച്ഛൻ തന്നെ എന്താണ്? ടീച്ചറും സദ്ഗുരുവുമായിരിക്കുക. ഇങ്ങനെ വേറെ ആർക്കും ഉണ്ടാവുകയില്ല, അല്ലേ? അച്ഛനും ടീച്ചറും ചിലപ്പോൾ ഒന്നായിട്ട് വരാം,
പക്ഷെ അച്ഛനും ടീച്ചറും സദ്ഗുരുവും മൂന്നും ഒന്നിൽ തന്നെ വരിക എന്നുള്ളത് അങ്ങനെ ആർക്കും ഉണ്ടായിരിക്കില്ല എന്ന് ബാബ പറയാം. ഇസ്മേം ഗപ്പോടെ ആദിക്ക് കോയി ബാത്ത് നഹി. ബാബ പറയാണ് ഇതില് കേട്ടുകേൾവിയുടെ കാര്യം ഒന്നും തന്നെ ഇല്ല എന്ന് പറയാ ബാബ. അന്തർമേം സമജന ചാഹിയേന. ഇത് നിങ്ങൾക്ക് ഉള്ളിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണെന്ന് ബാബ പറയാ. പരന്തു മായ ബുലാദേത്തി ഹേ. പക്ഷെ മായ ഇതെല്ലാം മറപ്പിക്കും. कहते हैं हम हार का लेते हैं तो കദം കദം മേം പദം കൈസേ ഹോങ്കേ. അപ്പം ബാബ പറയാണ് കുട്ടികൾ പറയും, അതായത് കുട്ടികൾ മറന്നു പോകുന്നുണ്ടല്ലോ. അപ്പം കുട്ടികൾ പറയും ഞങ്ങൾ തോറ്റുപോയി എന്ന് പറയും. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ ബാബ പറയാണ് ചുവട് ചുവടിൽ പിന്നെ താമര എവിടെ നിന്നുണ്ടാകാനാണ്? എങ്ങനെ ഉണ്ടാകും താമര? ദേവതാവോം കോഹി പദം കി നിശാനി ദേത്തെ ഹെ. ദേവതകളുടെ അടയാളമായിട്ടാണ് എന്തിനെ കാണിക്കുന്നത്? താമരയെ കാണിക്കുന്നതെന്ന് ബാബ പറയാ. സബ്കോ തോ നെഹി ദേ സക്തേ. എല്ലാവർക്കും ഒന്നും ഇത് അടയാളമായിട്ട് കാണിക്കാൻ സാധിക്കില്ല എന്ന് പറയാ ബാബ. ഈശ്വർ കി യഹ് പടായി ഹേ മനുഷ്യ കി നഹി. ഇത് ഈശ്വരന്റെ പഠിപ്പാണ് അല്ലെ, ഇത് ഒരു മനുഷ്യന്റെ പഠിപ്പല്ല എന്ന് ബാബ പറയാ. കാരണം ഇത് പഠിപ്പിക്കുന്ന ആള് ഈശ്വരനാണല്ലോ. മനുഷ്യക്ക് യഹ് പടായി കബി ഹോ നഹി സക്തേ. ഒരു മനുഷ്യന് ഈ ഒരു പഠിപ്പ് അതൊരിക്കലും സാധ്യമല്ല അല്ലെ. ഇങ്ങനെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് മനുഷ്യന് ഒരിക്കലും സാധിക്കില്ല എന്ന് ബാബ പറയാം. ബൽ ദേവതാവോം കി മഹിമ കി ജാതി ഹേ പരന്തു ഫിർ ബി ഊഞ്ച് തേ ഊഞ്ച് ഏക് ബാപ്പ് ഹേ. അതായത് ദേവതമാരുടെ മഹിമയെല്ലാം ഉണ്ട്, എന്നിരുന്നാലും ഉയർന്നതിലും ഉയർന്നതാരാണ്? അത് ഒരേ ഒരു ബാബ തന്നെയാണെന്ന് പറയാം. ബാക്കി ഉൻകി ബഡായി ക്യാ ഹേ ആജ് ഗദായി കൽ രാജായി. അതായത് പിന്നെ ദേവതാമാരുടെ മഹിമ എന്ന് പറയുന്നത് എന്താണ്? ഇന്നവർക്ക് ദാരിദ്ര്യമാണ്, പക്ഷെ നാളെ അവരാരായിരിക്കും? രാജാക്കന്മാരായിരിക്കും. അബി തും പുരുഷാർത്ഥ് കർ രഹേ ഹോ ഏസാ ലക്ഷ്മി നാരായൺ ബന്നേക്ക. ഇപ്പൊ നിങ്ങൾ കുട്ടികൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനായിട്ടാണ്? ലക്ഷ്മി നാരായണനെ പോലെയായിട്ട് മാറാനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജാൻതേ ഹോ ഇസ് പുരുഷാർത്ഥ് മേം ബഹുത് ഫെയിൽ ഹോത്തേ ഹേ പഠിത്തേ ഫിർ ബി ഇത്തനെ മേം ജിത്തനെ കൽപ്പ് പഹലെ പാസ് ഹുയേതേ. അപ്പൊ ബാബ പറയാണ് ഈ ഒരു പുരുഷാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികൾ, പക്ഷേ ഈ പുരുഷാർത്ഥത്തിൽ കുറേ പേര് തോറ്റു പോകുന്നുണ്ടെന്ന് ബാബ പറയാം. ബാബ പറയുന്നുണ്ട് പഠിക്കുന്നുണ്ട്, പക്ഷേ ആരാണോ കൽപ്പം മുമ്പ് പാസ്സായി പോയിരുന്നവർ അവർ തന്നെയേ ഇതിൽ പാസ്സാകുകയുള്ളൂ, അത്രയേ പാസ്സായി വരികയുള്ളൂ എന്ന് പറയാം. ബാക്കി ഫെയിലായി പോകുമെന്ന് പറയാം ബാബ. വാസ്തവ് മേം ജ്ഞാൻ ഹേ ബി ബഹുത്ത് സഹജ് പരന്തു മായ ബുലാദേത്തി ഹേ. അപ്പൊ വാസ്തവത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ജ്ഞാനം വളരെ സഹജമാണ്, പക്ഷെ ബാബ എന്താ പറയുന്നത്? മായ പ്രബലനാണല്ലോ, മായ ഇതെല്ലാം മറപ്പിക്കും കുട്ടികളെ. ബാപ്പ് കഹത്തെ ഹേ അപ്പന ചാർട്ട് ലിക്കോ പരന്തു ലിക്ക് നഹി പാത്തേ ഹേ. ബാബ പറയാണ് കുട്ടികളോട് നിങ്ങൾ നിങ്ങളുടെ ചാർട്ട് എഴുതൂ, പക്ഷെ ബാബ പറയുന്നത് കുട്ടികൾ എഴുതുന്നില്ല. കഹാം തക്ക് ബൈട്ട് ലിക്കേ. എത്രത്തോളം ഇരുന്ന് എഴുതും? അഗർ ലിഖ്തേ ബി ഹേ തോ ജാഞ്ച് കർത്തേ ഹേ 2 ഘണ്ട യാദ് മേ രഹേ. ഇനി അഥവാ എഴുതുന്നുണ്ടെങ്കിൽ കുട്ടികൾ പരിശോധിക്കും, 2 മണിക്കൂർ ഞാൻ ഓർമ്മയിൽ ഇരുന്നിട്ടുണ്ടോ? ഫിർ വഹ് ബി ഉനോം കോ മാലൂം പടുത്താ ഹേ ജോ ബാപ്പ് കി ശ്രീമത്ത് കോ അമൽ മേ ലാത്തേ ഹേ. പിന്നീട് ഇതും അവർക്ക് മനസ്സിലാക്കാൻ കഴിയും, ആരാണോ ബാബയുടെ ശ്രീമതത്തെ കാര്യത്തിൽ ഉപയോഗിക്കുന്നതെന്ന്. ബാപ്പ് തോ സമझेंगे ഇൻ ബിച്ചാരോം കോ ലജ്ജ ആത്തി ഹോഗി. ബാബ മനസ്സിലാക്കും, ഈ കുട്ടികൾക്ക് പാവങ്ങൾക്ക് ലജ്ജ വരുന്നുണ്ടായിരിക്കും. നഹി തോ ശ്രീമത്ത് അമൽ മേ ലാനി ചാഹിയെ. ഇല്ലെങ്കിൽ അവര് തീർച്ചയായിട്ടും ഈ ശ്രീമത്തിനെ കാര്യങ്ങളിൽ ഉപയോഗിക്കും അല്ല. അപ്പൊ ഉപയോഗിക്കാത്തവരെന്താണ്? അവർക്ക് വളരെയധികം ലജ്ജ വരുന്നുണ്ടായിരിക്കും. അത് ബാബയ്ക്കും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം അവർ ശ്രീമത്ത് പ്രകാരം കറക്റ്റായി നടക്കുന്നുണ്ടാകില്ല, ബാബയുടെ ഓർമ്മയും കറക്റ്റ് ചെയ്യുന്നുണ്ടാകില്ല. അപ്പോൾ അവർ ഈ ചാർട്ടിൽ അവരെന്തെഴുതും? അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ലജ്ജ വരും തീർച്ചയായിട്ടും. അപ്പം അത് ബാബയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അഥവാ അങ്ങനെ ഇല്ലെങ്കിൽ കുട്ടികൾ തീർച്ചയായിട്ടും ബാബയുടെ ശ്രീമത്തിനെ തീർച്ചയായിട്ടും കാര്യത്തിൽ കൊണ്ടുവരും. പരന്തു 2% മുഷ്കിൽ ചാർട്ട് ലിഖ്തേ ഹേ. ബാബ പറയാണ്
2% വളരെ ബുദ്ധിമുട്ടിയിട്ട് ചാർട്ട് എഴുതുന്നുണ്ടെന്ന് പറയാ ബാബ. ബച്ചോം കോ ശ്രീമത്ത് കാ ഇത്തന റിഗാർഡ് നഹി ഹെ. അപ്പൊ ബാബ പറയാണ്, കുട്ടികൾക്ക് ശ്രീമത്തിന് മേല് ഇത്രയധികം ആദരവില്ല എന്ന് പറയാ, ആദരവ് കൊടുക്കുന്നില്ല എന്ന് പറയാ കുട്ടികൾ. മുരളി മിൽത്തേ ഹുയേ ബി പഠിത്തേ നഹി ഹെ. മുരളി കിട്ടിയിട്ടു പോലും പഠിക്കുന്നില്ല എന്ന് പറയാ ബാബ. ദിൽ മേ ലഗ്താ സരൂർ ഹോഗാ ബാബ കഹത്തെ തോ സച്ച് ഹെ. ഹം മുരളി ഹി നഹി പഠിത്തേ തോ ബാക്കി ഔരോം കോ സമജായേങ്കേ ക്യാ. അപ്പൊ ബാബ പറയാണ്, അവരുടെ അങ്ങനെയുള്ള കുട്ടികളുടെ ഉള്ളില് തീർച്ചയായിട്ടും ഇങ്ങനെ തോന്നുന്നുണ്ടാകും, അതായത് ബാബ പറയുന്നത് സത്യമാണ്, കാരണം ഞങ്ങൾ മുരളി പഠിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർക്ക് ഞങ്ങൾ എന്ത് മനസ്സിലാക്കി കൊടുക്കും? സ്വയം പഠിക്കണമല്ലോ ആദ്യം. ബാബയുടെ മുരളി ആദ്യം സ്വയം പഠിച്ച് എങ്കിലല്ലേ നമ്മൾക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കൂ. അപ്പം അത് അവർക്കുള്ളിൽ തോന്നുന്നുണ്ടായിരിക്കും, ശരിയാണ് ബാബ പറയുന്നത് കറക്റ്റ് ആണെന്നുള്ളത് അവർക്കുള്ളിൽ തോന്നുന്നുണ്ടെന്ന് പറയാ ബാബ. യാദ് കി യാത്ര. ഓം ശാന്തി. रूहानी बाप रूहानी बच्चों को समझाते हैं, यह तो बच्चे समझते हैं, बरोबर हम आत्मा है, हमको परमपिता परमात्मा പഠാ രഹേ ഹെ. അതായത് ആത്മീയ അച്ഛൻ ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതായത് ഇതും കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, അതായത് ഞങ്ങൾ ആത്മാക്കളാണ്, ഞങ്ങളെ പരംപിത പരമാത്മാവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതെല്ലാം കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് പറയാ ബാബ. ഓർ ക്യാ കഹത്തെ ഹെ. പിന്നെ ബാബ എന്താ പറയാ? മുझे യാദ് കരോ തോ തും സ്വർഗ് കെ മാലിക് ബനോ. പിന്നെ ബാബ ഇങ്ങനെ പറയും, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വർഗത്തിന്റെ അധികാരികളായിട്ട് മാറും. ഇസ്മേ ബാപ്പ് ബി ആ ഗയാ പഠായി ഓർ പഠാനെ വാലാ ബി ആ ഗയാ. അതായത് ഈ ഒരു കാര്യത്തിൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബാബയും വരുന്നുണ്ട്, പഠിപ്പും വരുന്നുണ്ട്, പഠിപ്പിക്കുന്ന ആളും വരുന്നുണ്ടെന്ന് ബാബ പറയാം. സദ്ഗതി ദാതാബി ആ ഗയ. ഇതിൽ സദ്ഗതി ദാതാവും വരുന്നുണ്ട്. തോടെ അക്ഷർമേം സാരാ ഗ്യാൻ ആ ജാത്താ ഹെ. ബാബ പറയുന്നത് കുറച്ച് അക്ഷരത്തിൽ തന്നെ, അതായത് കുറച്ച് വാക്കുകളിൽ തന്നെ മുഴുവൻ നോളജ് വരുന്നു എന്ന് ബാബ പറയാം. യഹാം തും ആതേ ഹി ഹോ ഇസ്കോ റിവൈസ് കർണേ കെ ലിയെ. ഇവിടെ നിങ്ങൾ വരുന്നത്, അതായത് മധുബനിൽ നിങ്ങൾ വരുന്നത് എന്തിനാണ്? ഈ കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്യാനാണ്, അല്ലേ? ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുക എന്നൊക്കെ പറയില്ലേ, റിവൈസ് ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഒന്ന് പഠിക്കുക എന്ന് പറയുമല്ലോ, അതിനായിട്ടാണ് നിങ്ങൾ ഇവിടെ വരുന്നതെന്ന് ബാബ പറയാം. ബാപ്പ് ബി യഹി സമജാത്തെ ഹെ ക്യോംകി തും ഖുദ് കഹത്തെ ഹോ ഹം ഭൂൽ ജാത്തെ ഹെ ഇസ്ലിയെ യഹാം ആത്തെ ഹെ റിവൈസ് കർണേ. അതായത് ബാബ മനസ്സിലാക്കി തരാണ്, കാരണം കുട്ടികൾ സ്വയം പറയുന്നുണ്ട്, ബാബ ഞങ്ങളിതെല്ലാം മറക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ റിവൈസ് ചെയ്യാൻ വരുന്നതെന്ന്. ബൽ കോയി യഹാം രഹത്തെ ഹെ തോ ബി റിവൈസ് നഹി ഹോത്താ ഹെ. ഇനി ബാബ പറയാണ്, ഇവിടെ താമസിക്കുന്നവരുണ്ട്, അവർ തന്നെ ഇതൊന്നും റിവൈസ് ചെയ്യുന്നില്ല എന്ന് പറയാ ബാബ. തോ ബി റിവൈസ് നഹി ഹോത്താ ഹെ തക്ദീർ മേ നഹി. കാരണം ബാബ പറയാണ് ഭാഗ്യത്തിലേ ഇല്ല എന്ന് പറയാ ബാബ. തദ്ബീർ തോ ബാപ്പ് കരാത്തെ ഹി ഹേ. പുരുഷാർത്ഥം ബാബ തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. തദ്ബീർ കരാനെ വാല ഏക് ബാപ്പ് ഹി ഹേ. അപ്പം ബാബ പറയാണ് പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുന്നത് ഒരേയൊരു ബാബ തന്നെയാണ്. ഇസ്മേം കോയി കി പാസ് കാത്തിരിബി നെഹി ഹോ സക്തി ഹേ. ബാബ പറയുന്നത് ഇതില് പ്രത്യേകിച്ച് വിശേഷിച്ച് ഒരാൾക്ക് ചെയ്യുക, അല്ലേ, ആർക്കെങ്കിലും പ്രത്യേകമായിട്ട് കൊടുക്കുക, അങ്ങനെയില്ല എന്ന് ബാബ പറയാം. നാ സ്പെഷ്യൽ പഠായി ഹെ. സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ച് ഒരു പഠിപ്പ് ഒരാൾക്ക് അങ്ങനെയില്ല എന്ന് ബാബ പറയാം. ഉസ് പഠായി മേം സ്പെഷ്യൽ പഠനെ കെ ലിയെ ടീച്ചർ കോ ബുലാത്തെ ഹെ. അതായത് നമുക്കറിയാം, ലൗകിക പഠിപ്പ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സ്പെഷ്യലായിട്ടൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചർമാരെ വിളിക്കാറുണ്ടല്ലോ. യഹ്തോ തക്ദീർ ബനാനെ കെ ലിയെ സബ്കോ പഠാത്തെ ഹെ. ഇവിടെയാണെങ്കിലോ ഭാഗ്യമുണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും പഠിപ്പിക്കുകയാണ്, എല്ലാവരുടെയും ഭാഗ്യമുണ്ടാക്കാനാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഏക് ഏക് കോ അലഗ് കഹാം തക്ക് പഠായെങ്കിൽ. അപ്പോൾ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം ഏതുവരെ പഠിപ്പിക്കുമെന്ന് ബാബ ചോദിക്കാം. കിത്തനെ ഡേർ ബച്ചേ ഹേ. കാരണം ഇത്രമാത്രം കുട്ടികളുണ്ട്,
ഇത്രയും കുട്ടികളെ ഓരോരുത്തരെയും സ്പെഷ്യലായിട്ട് ഇതുവരെ പഠിപ്പിക്കുമെന്ന് ബാബ ചോദിക്കാം. ഉസ് പഠായി മേം കോയി ബഡേ ആദ്മി കെ ബച്ചെ ഹോത്തെ ഹേ തോ ഉനോംകോ സ്പെഷ്യൽ പഠാത്തെ ഹേ. ഇനി സാധാരണ പഠിപ്പ് അല്ലെ, സാധാരണ ലോകത്തിലെ പഠിപ്പ് എടുത്ത് നോക്കിയാൽ ആ ഒരു പഠിപ്പിൽ ആരെങ്കിലും ഉയർന്ന പൊസിഷനിലൊക്കെയുള്ള ആളുകളുടെ മക്കളൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സ്പെഷ്യലായിട്ടൊക്കെ ക്ലാസ്സുകളൊക്കെ എടുത്തു കൊടുക്കും അല്ലെ, സ്പെഷ്യലായിട്ട് പഠിപ്പിക്കും. ടീച്ചർ ജാൻതേ ഹേ കി യഹ് ഡൾ ഹേ ഇസ്ലിയെ ഉൻകോ സ്കോളർഷിപ്പ് ലായക് ബനാത്തേ ഹേ. അതായത് ടീച്ചർക്ക്, പഠിപ്പിക്കുന്ന ടീച്ചർക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ കുട്ടി കുറച്ചൊരു ഡള്ളാണ്, അതായത് അത്രയ്ക്ക് അങ്ങോട്ട് പഠിക്കുന്നില്ല എന്നുള്ളത് ടീച്ചർക്ക് അറിയാം. അപ്പോൾ ടീച്ചർ എന്താ ചെയ്യാം, ഇവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പഠിപ്പ് കൊടുത്ത് ഇവരെ സ്കോളർഷിപ്പിന് യോഗ്യരാക്കി മാറ്റണം എന്നുള്ളത് ടീച്ചർക്ക് അറിയാം. യഹ് ബാപ്പ് ഏസേ നെഹി കർത്തേ ഹേ. പക്ഷെ ഇവിടെ അച്ഛൻ അല്ലെ, ഇവിടെ നമ്മുടെ അച്ഛൻ തന്നെയാണ് നമ്മുടെ ടീച്ചർ. അപ്പൊ ഇവിടെ അച്ഛൻ അങ്ങനെ ചെയ്യിക്കുന്നില്ല എന്ന് ബാബ പറയാം, അങ്ങനെ ചെയ്യുന്നില്ല. യഹ് തോ ഏക് രസ് സബ്കോ പഠാത്തേ ഹേ. ഇവിടെ ബാബ എല്ലാവരെയും പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്, ഏകരസമായിട്ട് ഒരേപോലെയാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ ഇന്നവർ സ്പെഷ്യൽ, അങ്ങനെ കുറച്ച് വലിയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് സ്പെഷ്യൽ പഠിപ്പ്, അങ്ങനെയൊന്നുമില്ല. ഇവിടെ എല്ലാവർക്കും പഠിപ്പിക്കുന്നത് ബാബ ഏകരസമായിട്ടാണെന്ന് ബാബ പറയാം. വഹ് ഹുവ ടീച്ചർ കാ എക്സ്ട്രാ പുരുഷാർത്ഥ് കരാന. അപ്പൊ ബാബ പറയാണ്, അവിടെയാണെങ്കിലോ ടീച്ചർക്ക് എക്സ്ട്രാ പരിശ്രമിക്കണം അല്ലേ. കുട്ടികളെ സ്പെഷ്യലായിട്ട് പഠിപ്പിച്ച് സ്കോളർഷിപ്പിന് യോഗ്യരാക്കിയിട്ടൊക്കെ മാറ്റണമെങ്കിൽ സാധാരണ ലോകത്തില് ടീച്ചർമാർക്ക് കുറച്ച് എക്സ്ട്രാ പരിശ്രമമുണ്ട് അവിടെ. യഹ്തോ എക്സ്ട്രാ പുരുഷാർത്ഥ് കിസ്കോ അലഗ് സേ കരാത്തേ നെഹി. ഇവിടെയാണെങ്കിലോ എക്സ്ട്രാ ഒരു പരിശ്രമം അല്ലെ, എക്സ്ട്രാ ഒരു പുരുഷാർത്ഥം ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യിപ്പിക്കുന്നില്ല എന്ന് ബാബ പറയാ. എക്സ്ട്രാ പുരുഷാർത്ഥ് മാനാഹി മാസ്റ്റർ കുച്ച് കൃപ കർത്തേ ഹേ. അതായത് എക്സ്ട്രാ പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുക അർത്ഥം തന്നെ എന്താണ്, അതായത് ടീച്ചർ കുറച്ച് ദയ കാണിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. ഇവിടെ ബാബ പറയാറുണ്ടല്ലോ, ഇവിടെ ദയയുടെ യാതൊരു കാര്യവുമില്ല. ഓരോരുത്തർക്കും അവരവരുടെ പുരുഷാർത്ഥം ചെയ്തേ പറ്റൂ. അല്ലാതെ ബാബ ഒരാളോട് സ്പെഷ്യൽ ദയ കാണിക്കുക, സ്പെഷ്യൽ കൃപ കാണിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല എന്ന് ബാബ നമുക്ക് മനസ്സിലാക്കി തന്നു കഴിഞ്ഞല്ലോ. അതാണ് ബാബ പറയുന്നത്, ഇവിടെ അങ്ങനെ ഒരു എക്സ്ട്രാ പുരുഷാർത്ഥം ഇല്ല. എക്സ്ട്രാ പുരുഷാർത്ഥം ചെയ്യുക അർത്ഥം എന്താണ്, ടീച്ചർ കുറച്ച് കൃപ കാണിക്കുന്നു എന്നാണ്. ऐसा तो बल पैसे लेते हैं, खास टाइम दे पढ़ाते हैं, जिससे वह जास्ती पढ़कर होशियार होते हैं. അതായത് അങ്ങനെ എക്സ്ട്രാ പഠിപ്പിക്കുമ്പോൾ ടീച്ചേഴ്സ് എന്താ ചെയ്യുക, അവിടെ അവർ അതിനുള്ള പൈസ മേടിക്കുന്നുണ്ട് അല്ലേ. അപ്പം അവർ സമയമെടുത്ത് അവരെ പഠിപ്പിച്ച് അവരെ വളരെ നല്ല ബുദ്ധിശാലികളാക്കി മാറ്റും അല്ലെ, നല്ല യോഗ്യരാക്കി മാറ്റും അവരെ. കാരണം അവർ എക്സ്ട്രാ പഠിപ്പിക്കുകയാണല്ലോ അവിടെ. യഹാം തോ ജാസ്തി കുച്ച് പഠനെ കി ബാത്ത് ഹേ ഹി നഹി. ഇവിടെയാണെങ്കിലോ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും പഠിപ്പിക്കുന്ന കാര്യം തന്നെ ഇല്ല എന്ന് ബാബ പറയാം. ഇൻകി തോ ബാത്ത് ഹി നഹി ഹേ. ബാബ പറയുന്നത് ഇവിടെ ഈ ബാബയുടെ കാര്യങ്ങളെല്ലാം പുതിയ കാര്യങ്ങളാണെന്ന് ബാബ പറയാം. ഏക് ഹി മഹാമന്ത്ര ദേത്തേ ഹേ മൻ മനാ ഭവ. ബാബ ഒരേ ഒരു മഹാമന്ത്രമാണ് തരുന്നത്. എന്താണ്? മൻ മനാ ഭവ. യാദ് സേ ക്യാ ഹോത്താ ഹേ, യഹ് തോ സമജ്തേ ഹോ ബാപ്പ് ഹി പതീത് പാവൻ ഹേ. അപ്പൊ ബാബ പറയാണ്, ഓർമ്മിക്കുന്നതിലൂടെ എന്തായിട്ടാണ് മാറുക? ബാബ ഇതെല്ലാം മനസ്സിലാക്കി തരാണ്. അതുമാത്രമല്ല കുട്ടികൾക്ക് ഇതും മനസ്സിലാക്കുന്നുണ്ട്, ബാബ തന്നെയാണ് പതീത പാവനൻ. അപ്പൊ ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നമ്മൾ എന്തായിട്ടാ മാറുക? പതീതത്തിൽ നിന്നും പാവനമായിട്ട് മാറും. ജാൻതേ ഹോ ഉൻകോ യാദ് കർണേ സേ ഹി പാവൻ ബനേങ്കെ. കുട്ടികൾ ഇതും മനസ്സിലാക്കുന്നുണ്ട്, അതായത് ആ ബാബയെ ഓർമ്മിക്കുമ്പോൾ തന്നെയാണ് പാവനമായിട്ട് മാറുക എന്നുള്ളതും കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. അബ് തും ബച്ചോം കോ ഗ്യാൻ ഹേ, ജിത്തന യാദ് കരേങ്കെ ഉത്തന പാവൻ ബനേങ്കെ. ഇപ്പൊ കുട്ടികൾക്ക് ഈ ഒരു അറിവുണ്ട്, അതായത് എത്രമാത്രം ഓർമ്മിക്കുന്നുവോ അത്രയും പാവനമായിട്ട് മാറുക തന്നെ ചെയ്യും. ഈ ഒരു അറിവ് കുട്ടികൾക്കുണ്ടെന്ന് ബാബ പറയാ. കം യാദ് കരേങ്കെ തോ കം പാവൻ ബനേങ്കെ. കുറച്ചേ ഓർമ്മിക്കുന്നുള്ളൂ എങ്കിൽ ബാബ പറയുന്നത് എന്താ? കുറച്ചേ പാവനമായിട്ട് മാറുള്ളൂ. യഹ് തും ബച്ചോം കെ പുരുഷാർത്ഥ് പർഹെ.
ഇതെല്ലാം കുട്ടികളുടെ പുരുഷാർത്ഥത്തിന് മേലാന്ന് പറയാം. അതായത് ഓരോ കുട്ടികളും എത്രമാത്രം പുരുഷാർത്ഥം ചെയ്യുന്നുവോ അതിനനുസരിച്ചിട്ടാണ് പാവനമായിട്ട് മാറുന്നതും സ്വർഗത്തിൽ പദവി ലഭിക്കുന്നതും. ബേഹദ് കെ ബാപ്പ് കോ യാദ് കർണേ സേ ഹംകോ യഹ് ലക്ഷ്മി നാരായൺ ബന്നാ ഹേ. അതായത് പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നമ്മൾക്ക് ഈ ഒരു ലക്ഷ്മി നാരായണനായിട്ട് മാറാൻ കഴിയും. ഉനോങ്കി മഹിമാത്തോ ഹർ ഏക് ജാൻതേ ഹേ. അതായത് ലക്ഷ്മി നാരായണന്റെ മഹിമ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് പറയാ ബാബ. കഹ്തേ ബി ഹേ ആപ്പ് പുണ്യാത്മാ ഹോ ഹം പാപാത്മാ ഹേ. അല്ലേ, ക്ഷേത്രത്തിൽ പോയി ലക്ഷ്മി നാരായണന്റെ മുന്നിൽ പോയി തല കുമ്പിട്ടിട്ട് എന്താ പറയാ, അങ്ങ് പുണ്യ ആത്മാവാണ്, ഞങ്ങളാണെങ്കിലോ പാപാത്മാക്കളാണെന്ന് പറയും. അപ്പൊ ലക്ഷ്മി നാരായണൻ പുണ്യ ആത്മാവാണ്, അല്ലേ, പാവനമാണെന്നുള്ളതൊക്കെ അറിയാമെന്ന് പറയാ ബാബ. ഡേർ മന്ദിർ ബനേ ഹുയേ ഹേ. ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയാ ബാബ. വഹാം സബ് ക്യാ കർനെ ജാത്തേ ഹേ. അവിടെ എന്തിനാണ് പോകുന്നത് എന്ന് ബാബ ചോദിക്കുക. ദർശൻ സേ ഫായദാ തോ കുച്ച് ബി നഹി. അപ്പൊ ദർശനം ചെയ്യുന്നത് കൊണ്ട് ബാബ പറയുന്നത് ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്ന് പറയാ ബാബ. ഏക് ദോക്കോ ദേക്ക് ചലേ ജാത്തേ ഹേ. പരസ്പരം കണ്ടിട്ട് തിരിച്ചു പോവുകയാണല്ലോ. അപ്പൊ ക്ഷേത്രത്തിൽ വന്ന് ദർശനം ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. ബസ് ദർശൻ കർണേ ജാത്തേ ഹേ. അതായത് കേവലം ദർശനത്തിന് മാത്രമായിട്ട് പോകുന്നു. ഫലാന യാത്ര പർ ജാത്താ ഹേ ഹം ബി ജായേ. അതായത് ഇന്നയാള് പോകുന്നുണ്ടല്ലോ യാത്രയ്ക്ക്. ഇപ്പൊ ഒരാളെ തീർത്ഥയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഇന്നവര് പോകുന്നുണ്ടല്ലോ, അപ്പൊ നമുക്കും പോകാം, അങ്ങനെയും കരുതുന്നവരുണ്ട്. ഇസ്സേ ക്യാ ഹോഗ. ഇതിലൂടെ എന്താവാനാണെന്ന് ബാബ ചോദിക്കുക. കുച്ച് ബി നഹി. ഒന്നും തന്നെ ഇതിലൂടെ ലഭിക്കുന്നില്ല. തും ബച്ചോം ने भी यात्राएं की है जैसे और त्योहार मनाते हैं वैसे यात्रा भी एक त्योहार समझते हैं. അതായത് ബാബ പറയാണ്, നിങ്ങൾ കുട്ടികളും യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പം എങ്ങനെയാണോ ഈ ഉത്സവങ്ങളൊക്കെ ആഘോഷിക്കുന്നത്, അതുപോലെ യാത്രയും ഒരു ഉത്സവമാണെന്ന് മനസ്സിലാക്കുന്നു എന്ന് പറയാ ബാബ. അപ്പൊ ബാബ പറയാണ്, ഇപ്പൊ നിങ്ങൾ കുട്ടികള് ഈ ഓർമ്മയുടെ യാത്രയുണ്ടല്ലോ, ആ ഓർമ്മയുടെ യാത്രയെ നിങ്ങൾ ഉത്സവമാണെന്ന് മനസ്സിലാക്കൂ. അല്ലെ, ആ ഒരു ഉത്സവത്തിന്റെ ലഹരിയിലൂടെ ഇരുന്നിട്ട് നമുക്ക് ഓർമ്മയുടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും, വളരെയധികം ലഹരി ഉണ്ടായിരിക്കും. അപ്പൊ ആ ഓർമ്മയുടെ യാത്രയെയും നിങ്ങൾ ഉത്സവമാണെന്ന് മനസ്സിലാക്കാൻ ബാബ പറയാ. തും യാദ് കി യാത്രാമേ രഹത്തെ ഹോ. നിങ്ങൾ ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കുകയാണ്. അക്ഷർ ഹി ഏക് ഹേ മൻമനാ ഭവ. അതായത് ഒരേ ഒരു അക്ഷരേ ഉള്ളൂ. ഇതിന്റെ മൊത്തം സാരം നോക്കുമ്പോൾ ഒരേ ഒരു അക്ഷരത്തിൽ എന്താ പറയാ, മൻമനാ ഭവ. യഹ് തുമാരി യാത്ര അനാദി ഹേ വഹ് ബി കഹത്തെ ഹേ വഹ് യാത്ര ഹം അനാദി കർത്തെ ആയേ ഹേ. ബാബ പറയാണ്, നിങ്ങൾ കുട്ടികളുടെ യാത്ര എന്ന് പറഞ്ഞാൽ അനാദിയാണ്. അനാദി എന്ന് പറഞ്ഞാൽ ആദ്യവുമില്ല അവസാനവുമില്ല, ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന യാത്രയാണ്. അപ്പൊ അവരും പറയും എന്താണ്, ഞങ്ങളും ഈ യാത്ര അനാദിയായിട്ട് ചെയ്തു വന്നതാണെന്ന് പറയും. പരന്തു തും അഭി ജ്ഞാൻ സഹിത് കഹത്തെ ഹോ ഹം കൽപ്പ് കൽപ്പ് യഹ് യാത്ര കർത്തേ ഹേ. പക്ഷെ ബാബ പറയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ജ്ഞാനസഹിതം പറയാൻ കഴിയും, ഞങ്ങൾ കൽപ്പകൽപ്പം ഈ യാത്ര ചെയ്യുന്നു. അത് ജ്ഞാനസഹിതം, കാരണം നമുക്ക് അറിവ് കിട്ടി എങ്ങനെയുള്ള യാത്രയാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമുക്ക് ബാബ മനസ്സിലാക്കി തന്നു. അതുകൊണ്ടാ ബാബ പറയുന്നത്, ഇപ്പൊ നമുക്ക് എന്ത് പറയാൻ കഴിയും, ഞങ്ങൾ കൽപ്പം ഈ യാത്ര ചെയ്യുന്നു എന്നുള്ളത് അറിവോട് കൂടിയിട്ട് യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കിയിട്ട് നമുക്ക് പറയാൻ കഴിയുമെന്ന് ബാബ പറയാം. ബാപ്പ് ഹി ആക്കർ യഹ് യാത്ര സിക്കലാത്തേ ഹേ. ബാബ തന്നെയാണ് വന്നിട്ട് ഈ യാത്ര പഠിപ്പിക്കുന്നത്. വഹ് ചാരോം ദാം ജന്മ ബായ് ജന്മ യാത്ര കർത്തേ ഹേ. അവരാണെങ്കിലോ 4 ധാമങ്ങളും ജന്മജന്മാന്തരം യാത്ര ചെയ്യുന്നുണ്ട്. യഹ് തോ ബേഹദ് കാ ബാപ്പ് കഹത്തെ ഹേ മുझे യാദ് കരോ തോ തും പാവൻ ബൻ ജായേംഗെ. ഇത് പരിധിയില്ലാത്ത ബാബയാണ് പറയുന്നത്. അതായത് എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾ പാവനമായിട്ട് മാറും. ऐसे तो और कोई कभी नहीं कहते ही यात्रा से तुम पावन बनेंगे. ബാബ പറയാണ്, ഇങ്ങനെ ഒരാൾക്കും പറയാൻ സാധിക്കില്ല, ഒരിക്കലും പറയാൻ സാധിക്കില്ല. അതായത് യാത്രയിലൂടെ നിങ്ങൾ പാവനമായിട്ട് മാറും എന്നുള്ള കാര്യം
ഒരാൾക്കും പറയാൻ കഴിയില്ല എന്ന് ബാബ പറയാം. മനുഷ്യ യാത്ര पर जाते हैं तो वह उस समय पावन रहते हैं. आजकल तो वहां भी गंद लगा पड़ा है, पावन नहीं रहते. ബാബ പറയാണ്, മനുഷ്യര് യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ, അതായത് പ്രത്യേകിച്ചും തീർത്ഥസ്ഥാനങ്ങളിലേക്കൊക്കെ യാത്ര പോകുന്ന സമയത്ത് അവര് പാവനമായിട്ടിരിക്കാറുണ്ട്. പക്ഷെ ബാബ പറയാണ്, ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ അതും വളരെ മോശമായിട്ടിരിക്കുക എന്ന് പറയാം. അതായത് അവിടെയും പാവനമായിട്ടിരിക്കുന്നില്ല ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ എന്ന് ബാബ പറയാം. ഇസ് റുഹാനി യാത്ര കാ തോ കിസ്കോ പതാ നഹി ഹെ. ബാബ പറയുന്നത് ഈ ആത്മീയ യാത്രയെ പറ്റി ആർക്കും അറിയുക തന്നെ ഇല്ല. തുംകോ അബി ബാപ് നെ ബത്തായാ ഹെ യഹ് യാദ് കി യാത്ര ഹെ സച്ചി. വഹ് യാത്ര കാ ചക്ര ലഗാനെ ജാത്തെ ഹെ ഫിർ ബി വൈസാ കാ വൈസാ ബൻ ജാത്തെ ഹെ. ബാബ ഇപ്പം മനസ്സിലാക്കി തരാണ്, അതായത് ഈ യാത്ര, ഈ ആത്മാവിൻ്റെ ഈ യാത്രയുണ്ടല്ലോ, അത് തന്നെയാണ് സത്യമായ യാത്ര. അതായത് ബാബയെ നമ്മൾ ഓർമ്മിക്കുന്ന, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്ന ആ ഓർമ്മയുടെ യാത്രയുണ്ടല്ലോ, അതാണ് സത്യമായ യാത്ര. ലൗകികത്തിൽ, അതായത് നമ്മൾ ലോകത്തിൽ നോക്കുകയാണെങ്കിൽ ആൾക്കാർ യാത്രയൊക്കെ ചെയ്ത് കറങ്ങി വരുന്നുണ്ട്. പിന്നീട് എന്ത് തന്നെയാകണോ, തിരിച്ചു വന്നതിന് ശേഷം എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ, വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. ചക്ര ലഗാത്തെ രഹത്തെ ഹേ ജൈസേ വാസ്കോഡി ഗാമാനെ സൃഷ്ടിക്ക ചക്ര ലഗായ. അതായത് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എങ്ങനെയാണോ വാസ്കോഡ ഗാമ ലോകം ചുറ്റി സഞ്ചരിച്ചല്ലോ, അപ്പം അതുപോലെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ടെന്ന് ബാബ പറയാ. യഹ് ബി ചക്ര ലഗാത്തെ ഹേന, ഇതും ഒരു കറങ്ങൽ തന്നെയല്ലേ എന്ന് ബാബ പറയാ. ഗീത് ബി ഹേന ചാരോം തരഫ് ലഗായേ ഫേരെ ഫിർ ബി ഹർ ദം ദൂർ രഹേ. അതായത് ഇങ്ങനെ ഒരു ഗീതവുമുണ്ട്, 4 ഭാഗത്തും ചുറ്റിക്കറങ്ങി എന്നിട്ടും ദൂരെ തന്നെയാണ്. അതായത് ഭക്തിമാർഗത്തിലാണ് ഇത് പറയാ. കാരണം ഭഗവാൻ അന്വേഷിച്ച് 4 ഭാഗത്തും യാത്ര ചെയ്ത് ചുറ്റിക്കറങ്ങി എന്നിട്ടും ഭഗവാൻ ദൂരെ തന്നെയാണ്. ഇങ്ങനെ ഒരു ഇതാണ് ഭക്തിമാർഗത്തിൽ പാടുന്നുണ്ട്. ഭക്തി മാർഗമേ തോ കോയി മിലാ നഹി സക്തേ. ബാബ പറയാണ്, ഭക്തി മാർഗത്തില് ബാബ പറയുന്നത് ആർക്കും ഇത് ലഭിക്കില്ല. ഭഗവാൻ കോയിക്കോ മിലാ നഹി, ഭഗവാനെ ആർക്കും ലഭിക്കുന്നില്ല എന്ന് പറയാം ബാബ ഭക്തിയില്. ഭഗവാൻ സേ ദൂർ ഹി രഹേ, ഭഗവാനിൽ നിന്ന് ദൂരെയാണ് ഇരിക്കുന്നതെന്ന് പറയാ ബാബ. ഫേരെ ലഗാക്കർ ഫിർ ഭി ഘർ മേ മാക്കർ 5 വികാരോ മേ ഫസ്തേ ഹേ. അതായത് യാത്ര കറങ്ങും, കറങ്ങും, അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീണ്ടും എന്താണ്, 5 വികാരങ്ങളിൽ കുടുങ്ങുകയാണ് ചെയ്യുന്നതെന്ന് പറയാ ബാബ. വഹ് സബ് യാത്രായേം ഹേ ജൂട്ടി. അപ്പൊ ബാബ പറയുന്നത് ഈ യാത്രകളെല്ലാം തന്നെ അസത്യമായതാണ്. അബി തും ബച്ചെ ജാൻതേ ഹോ യഹ് ഹേ പുരുഷോത്തം സംഗം യുഗ് ജബ് കി ബാപ് ആയേ ഹേ. അപ്പൊ ബാബ പറയാണ്, ഇപ്പൊ കുട്ടികൾക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്. അതായത് ഈ ബാബ എപ്പോഴാണോ വരുന്നത് അത് തന്നെയാണ് എന്ത്, പുരുഷോത്തമ സംഗമയുഗം. ഏക് ദിൻ സബ് ജാൻ ജായേങ്കെ ബാപ് ആയാ ഹുവാ ഹേ. ബാബ പറയാണ്, ഒരു ദിവസം എല്ലാവർക്കും മനസ്സിലാകും, അതായത് ബാബ വന്നിരിക്കുകയാണ്. അത് എല്ലാവരും ഒരു ദിവസം മനസ്സിലാക്കുമെന്ന് ബാബ പറയാം. ഭഗവാൻ ആക്രിൻ മിലേഗ ലേക്കിൻ കൈസേ. അവസാനം ഭഗവാനെ ലഭിക്കുമെന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് എങ്ങനെ, അതാർക്കും അറിയുന്നില്ല. യഹ്തോ കോയി ബി ജാൻതേ നഹി, ഇത് ആർക്കും അറിയുന്നില്ല. എങ്ങനെയാണ് ഭഗവാനെ ലഭിക്കുക? ഭഗവാനെ അവസാനം ലഭിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും എങ്ങനെ ലഭിക്കുമെന്ന് ആർക്കും അറിയുന്നില്ല. യഹ്തോ മീട്ടെ മീട്ടെ ബച്ചെ ജാൻതേ ഹേ കി ഹം ശ്രീമത് പർ ഇസ് ഭാരത് കോ ഫിർ സേ സ്വർഗ് ബനാ രഹേ ഹേ. ബാബ പറയാണ്, ഈ ഒരു കാര്യം മധുരമായ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഞങ്ങൾ ശ്രീമതത്തിലൂടെ നടന്ന് ഈ ഭാരതത്തെ വീണ്ടും സ്വർഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മധുരമായ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് ബാബ പറയാം. ഭാരത് കാഹി തും നാം ലേങ്കെ, ഭാരതത്തിന്റെ തന്നെയാണ് നിങ്ങൾ പേരെടുക്കുന്നതെന്ന് ബാബ പറയാം. ഉസ് സമയ് ഓർ കോയി ധർമ്മ ഹോത്താ നഹി, ആ ഒരു സമയത്ത് വേറെ ഒരു ധർമ്മവും ഉണ്ടായിരിക്കില്ല എന്ന് ബാബ പറയാ. സാരി വിശ്വ പവിത്ര ബൻ ജാതി ഹേ, മുഴുവൻ ലോകവും എന്തായിട്ട് മാറും, പാവനമായിട്ട് മാറും.
सारी दुनिया पवित्र बन जाती है अभी तो डर धर्म है വാ പാക്കർ തുംകോ സാരെ ജാഡ് കാ നോളജ് സുനാത്തെ ഹെ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ബാബ പറയുന്നത് ഒരുപാട് ധർമ്മങ്ങളുണ്ട്. ബാബ വന്നിട്ട് നിങ്ങൾ കുട്ടികൾക്ക് മുഴുവൻ വൃക്ഷത്തിന്റെയും ആ രഹസ്യം, അതായത് അറിവ് കേൾപ്പിക്കുകയാണ് അല്ലെ. മനുഷ്യ സൃഷ്ടി വൃക്ഷത്തിന്റെ ആ പൂർണ്ണമായ അറിവ് ബാബ നമ്മൾ കുട്ടികളെ കേൾപ്പിക്കുകയാണ്. തുംകോ സ്മൃതി ദിലാത്തെ ഹെ, നിങ്ങൾ കുട്ടികൾക്ക് സ്മൃതി ഉണർത്തുകയാണ് ബാബ. തും സോ ദേവദാദേ, നിങ്ങൾ തന്നെയായിരുന്നു ദേവതമാർ. ഫിർ സോ ക്ഷത്രിയ സോ വൈശ്യ സോ ശൂദ്രബനെ, പിന്നെ നിങ്ങൾ എന്തായി മാറുന്നു? ദേവതയിൽ നിന്നും പിന്നെ ക്ഷത്രിയനായി, പിന്നെ വൈശ്യനായി, പിന്നെ ശൂദ്രനായിട്ട് മാറുന്നു. അപ്പൊ ബാബ നമ്മൾ കുട്ടികൾക്ക് ഓർമ്മ ഉണർത്തുകയാണ്. നിങ്ങൾ തന്നെയായിരുന്നു കുട്ടികളെ ദേവതമാർ, നിങ്ങൾക്ക് തന്നെയാണ് ആകേണ്ടത്. നിങ്ങൾ ദേവതയിൽ നിന്ന് പിന്നെ എന്തായി മാറുന്നു? ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനൊക്കെ ആയിട്ട് മാറുകയാണ്. കാരണം ഈ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ബാബ ഇതെല്ലാം നമ്മൾ കുട്ടികളെ ഓർമ്മയുണർത്തി തരുകയാണ്. യഹ് ഹംസോ ക അർത്ഥ ബാപ്പ് കിത്തന സഹജ് സമജാത്തെ ഹെ. ഈ ഹംസോ എന്നതിന്റെ അർത്ഥം ബാബ എത്ര സഹജമായിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഓം അർത്ഥാത് മേ ആത്മാ ഫിർ ഹം ആത്മാ ഏസേ ചക്ര ലഗാത്തി ഹെ. അതായത് ഓം എന്നതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ആത്മാവ്, പിന്നീട് നമ്മൾ ആത്മാക്കൾ ഈ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. വഹുത്തോ കഹ് ദേത്തെ ഹം ആത്മാസോ പരമാത്മാ പരമാത്മാസോ ഹം ആത്മാ. അതായത് ലോകത്തിലുള്ളവരെന്താ പറയുന്നത്? നമ്മൾ ആത്മാക്കൾ തന്നെ പരമാത്മാവ്, പരമാത്മാവ് തന്നെ ആത്മാവ്, അങ്ങനെയാണ് പറയുന്നത്. ഏക് ബി നഹി ജിസ്കോ ഹം സോ കാ അർത്ഥ യഥാർത്ഥ മാലൂം ഹോ. ബാബ പറയുന്നത് ഒരാള് പോലുമില്ല ഈ ഹം സോ എന്നതിന്റെ അർത്ഥം യഥാർത്ഥ രീതിയിൽ അറിയുന്നതായിട്ട്. ഒരാള് പോലും ഇല്ല എന്ന് പറയാ ബാബ. തോ ബാപ്പ് കഹത്തെ ഹേ യഹ് ജോ മന്ത്ര ഹേ യഹ് ഹർ ദം യാദ് രഖനാ ചാഹിയേ. അപ്പൊ ബാബ മനസ്സിലാക്കി തരാണ്, കുട്ടികളോട് പറയുകയാണ്, ഈ ഒരു മന്ത്രം അതായത് നിങ്ങള് സദാ നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ചക്ര ബുദ്ധിമേ നെഹി ഹോഗാത്തോ ചക്രവർത്തി രാജ കൈസേ ബനേങ്കെ. ഈ ഒരു ചക്രം, അതായത് ഈ സൃഷ്ടിയുടെ ചക്രം നിങ്ങളുടെ ബുദ്ധിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ചക്രവർത്തി രാജാവായിട്ട് മാറുമെന്ന് ബാബ ചോദിക്കുക. അബി ഹം ആത്മാ ബ്രാഹ്മൺ ഹേ ഫിർ ഹം സോ ദേവതാ ബനേങ്കെ. ഇപ്പൊ നമ്മൾ ആത്മാക്കള് ബ്രാഹ്മണരാണ്, ഇനി നമ്മൾ തന്നെയാണ് എന്തായിട്ട് മാറുന്നത്? ദേവതയായിട്ട് മാറുന്നത്. യഹ് തും കോയി സേ ബി ജാക്കർ പൂച്ചോ കോയി നഹി ബത്തായെങ്കെ. ഈ ഒരു കാര്യം നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് ബാബ പറയാ. ആർക്കും ഇത് അറിയാൻ സാധിക്കില്ല, ആർക്കും ഇതിനെപ്പറ്റി പറയാൻ അറിയില്ല. വഹുത്തോ ചൗരാസി ക അർത്ഥ ബി നഹി സമജത്തെ. അവർക്കാണെങ്കിൽ 84 അർത്ഥം പോലും, 84 ജന്മത്തിന്റെ അർത്ഥം പോലും അവർക്ക് അറിയാൻ കഴിയുന്നില്ല എന്ന് പറയാ ബാബ. ഭാരത് കാ ഉത്ഥാൻ ഓർ പതൻ ഗായാ ഹുവാ ഹെ. ഭാരതത്തിന്റെ ഉത്ഥാനവും പതനവും അത് പാടപ്പെട്ടിട്ടുള്ളതാണെന്ന് പറയാ ബാബ. യഹ് ടീക്ക് ഹേ, ഇത് സത്യമാണ്. സദോ പ്രധാൻ സദോ രജോ തമോ സൂര്യവംശി ചന്ദ്രവംശി വൈശ്യവംശി അബി തും ബച്ചോം കോ സബ് മാലൂം പട് ഗയാ ഹേ. അപ്പൊ ബാബ പറയാണ് സദോ പ്രധാനം, അതുപോലെ സദോ രജോ തമോ, പിന്നെ സൂര്യവംശി ചന്ദ്രവംശി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ബാബ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഇതെല്ലാം അറിയാൻ കഴിഞ്ഞിരിക്കുന്നു, എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ബീജരൂപ ബാപ്പ് കോ ഹി ജ്ഞാൻ കാ സാഗർ കഹാ ജാത്താ ഹെ. ബീജരൂപനായ ബാബയെ തന്നെയാണ് ജ്ഞാനസാഗരൻ എന്ന് പറയുന്നത്. വഹ് ഇസ് ചക്രമേ നഹി ആത്തേ ഹെ. ആ ബാബ ഈ ചക്രത്തിൽ വരുന്നില്ല എന്ന് പറയാ അല്ലെ. മനുഷ്യന്റെ ഇവിടെ സൃഷ്ടിചക്രമുണ്ടല്ലോ ഈ യുഗങ്ങളിലൊക്കെ, ആ സൃഷ്ടി ചക്രത്തിലേക്ക് വരുന്നില്ല എന്ന് പറയാ ബാബ. അബി തും बच्चों को सब मालूम पड़ गया है वह इस चक्र में नहीं आते हैं ऐसे नहीं हम ജീവാത്മാസോ പരമാത്മാ ബൻ ജാത്തെ ഹെ. അതായത് ഇങ്ങനെയല്ല നമ്മൾ ജീവാത്മാക്കള് പരമാത്മാവായിട്ട് മാറുന്നു, അങ്ങനെയല്ല. ബാപ്പ് ആപ് സമാൻ നോളജ്ഫുൾ ബനാത്തെ ഹെ. ബാബ നമ്മളെ ബാബയ്ക്ക് സമാനം നോളജ്ഫുൾ ആക്കിയിട്ടാണ് മാറ്റുന്നത്. ആപ് സമാൻ ഗോഡ് നഹി ബനാത്തെ ഹെ. ബാബയ്ക്ക് സമാനം ഗോഡ് ആക്കിയിട്ട് അല്ലെ, ബാബയ്ക്ക് സമാനം ദൈവമാക്കിയിട്ടൊന്നും നമ്മളെ മാറ്റുന്നില്ല. ബാബയ്ക്ക് സമാനം നോളജ്ഫുൾ ആക്കിയിട്ടാണ് ബാബ നമ്മളെ മാറ്റുന്നത്.
इस बातों को बहुत अच्छी रीति समझना है, तब बुद्धि में चक्र चल सकता है, जिसका नाम സ്വദർശൻ ചക്ര രക്കാ ഹെ. അതായത് ബാബ പറയാണ്, ഈ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നിങ്ങൾക്ക് ബുദ്ധിയിൽ ഈ ചക്രം കറക്കാൻ സാധിക്കും. ഏത് ചക്രം? അതിനെയാണ് പറയുന്നത് സ്വദർശന ചക്രം. ആ സ്വദർശന ചക്രം കറക്കണമെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം, ബാബ തരുന്ന ഈ കാര്യങ്ങളെല്ലാം, ഈ നോളജ് എല്ലാം നമ്മുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമുക്ക് സ്വദർശന ചക്രധാരിയായിട്ട് മാറാൻ സാധിക്കുക. तुम बुद्धि से समझ सकते हो हम कैसे इस 84 के चक्र में आते हैं. ബാബ പറയാണ്, നിങ്ങൾ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് നമ്മൾ എങ്ങനെയാണ് ഈ 84 ജന്മത്തിന്റെ ചക്രത്തിൽ വരുന്നത്. ഇത് നിങ്ങൾക്ക് ബുദ്ധി കൊണ്ട് അറിയാൻ കഴിയുന്നുണ്ടെന്ന് പറയാ ബാബ. ഇസ്മേം സബ് ആജാത്ത ഹെ, ഇതില് എല്ലാവരും വരും എന്ന് പറയാ ബാബ. സമയ് ബി ആത്താ ഹെ, വർണ്ണ ബി ആജാത്തേ ഹെ, വംശാവലി ബി ആജാത്തി ഹെ. ഇതിൽ സമയവും വരും, വർണ്ണവും വരും, വംശാവലിയും വരും. അല്ലെ, നമുക്ക് നോക്കുകയാണെങ്കിൽ 84 ജന്മത്തിന്റെ ചക്രമാണ് ബാബ നമുക്ക് മനസ്സിലാക്കി തന്നത്. അപ്പോൾ ഓരോരോ സമയം, അല്ലെ, സ്വർണിമയുഗം, അതായത് സത്യത്രേതായുഗം, ദ്വാപര കലിയുഗം. അപ്പോൾ ഓരോരോ യുഗങ്ങൾ എങ്ങനെയാണ്, കലിയുഗം എപ്പോഴാണ്, അതുപോലെ സത്യയുഗം എപ്പോഴാണ്, അങ്ങനെയുള്ള എല്ലാ സമയവും നമ്മൾക്ക് അറിയുന്നുണ്ട്. അതുപോലെ ഇതൊക്കെ വർണ്ണങ്ങളാണ്. ദേവതാവർണ്ണം എപ്പോഴാണ്, ക്ഷത്രിയ വർണ്ണം എപ്പോഴാണ്, അല്ലെ, അതുപോലെ വൈശ്യവർണ്ണം, ശൂദ്രവർണ്ണം, ഇതൊക്കെ എപ്പോഴാണ് വരുന്നത്. അതുപോലെ വംശാവലികൾ, സൂര്യവംശ, ചന്ദ്രവംശം, അങ്ങനെയുള്ള വംശാവലികൾ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ 84 ജന്മത്തിന്റെ ചക്രത്തിലൂടെ അറിയാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം അതിൽ വരുന്നുണ്ടെന്ന് ബാബ പറയാം. അബി തും ബച്ചോം കി ബുദ്ധി മേ യഹ് സാരാ ജ്ഞാൻ ഹോനാ ചാഹിയേ. ബാബ പറയുന്നത്, ഇപ്പൊ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഈ മുഴുവൻ ജ്ഞാനവും ഉണ്ടായിരിക്കണം എന്ന് പറയാ ബാബ. നോളജ് സേഹി ഊഞ്ച് പദ് മിൽത്താ ഹേ. അതായത് അറിവിലൂടെ തന്നെയാണ്, ഈ ജ്ഞാനത്തിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് ഉയർന്ന പദവി ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാബ പറയാണ്, ബാബ തരുന്ന ഈ മുഴുവൻ ജ്ഞാനവും നിങ്ങളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. നോളജ് ഹോഗി തോ ഓരോം കോബി ദേങ്കെ. നമുക്ക് അറിവുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്കും കൊടുക്കാൻ കഴിയും. യഹാം തുംസെ കോയി പേപ്പർ ആദി നെഹി ബരായേ ജാത്തേ ഹെ. ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ പേപ്പറൊക്കെ വരിക, അല്ലെ, നമുക്കിപ്പോൾ ഒരു എക്സാം ഉണ്ടെങ്കിൽ ഒരു പേപ്പറൊക്കെ വരുമല്ലോ, അങ്ങനെ വരിക, അങ്ങനെയൊന്നുമില്ല എന്ന് പറയാം ബാബ. ഉൻ സ്കൂളോ മേം ജബ് ഇംതഹാൻ ഹോത്തേ ഹേ തോ പേപ്പേഴ്സ് വിലായത് സെ ആത്തേ ഹേ. ഇപ്പൊ സ്കൂളുകളിലൊക്കെ ചില പരീക്ഷകളൊക്കെ ഉണ്ടാകുമ്പോൾ ബാബ പറയുന്നത്, ഈ പേപ്പറൊക്കെ, അല്ലെ, ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ എന്താണ്, വിദേശത്തു നിന്ന് തന്നെ വരുന്നു എന്ന് പറയാ ബാബ. ജോ വിലായത്ത് മേ പഠിത്തേ ഹോങ്കെ ഉനോം കി തോ വഹാം ഹി റിസൾട്ട് നിക്കൽത്തേ ഹോങ്കെ. ഇപ്പൊ ചില കുട്ടികൾ വിദേശത്ത് പഠിക്കുന്നവരുണ്ടായിരിക്കും. അപ്പൊ അവരുടെ റിസൾട്ടും അവിടെ നിന്ന് തന്നെ വരുമെന്ന് ബാബ പറയാ. ഉന്മേം ബി കോയി ബഡാ എഡ്യൂക്കേഷൻ അതോറിറ്റി ഹോഗ ജോ ജാഞ്ച് കർത്തേ ഹോങ്കെ പേപ്പേഴ്സ് കി. അതിൽ ബാബ പറയുന്നത്, ഏതെങ്കിലും വളരെ വലിയ എഡ്യൂക്കേഷൻ അതോറിറ്റികളൊക്കെ ഉണ്ടെങ്കിൽ ബാബ പറയുന്നത് അവര് തന്നെ ആ പേപ്പറൊക്കെ പരിശോധിക്കുമെന്ന് പറയാ ബാബ. തുമാരെ പേപ്പേഴ്സ് കി ജാഞ്ച് കോൻ കരേങ്കെ. നിങ്ങൾ കുട്ടികളുടെ പേപ്പർ ആരാണ് പരിശോധിക്കുക എന്ന് ബാബ ചോദിക്കുക. തും ഖുദ് ഹി കരേങ്കെ. നിങ്ങൾ സ്വയം തന്നെ അത് ചെയ്യും. ഖുദ് ഹോ ജോ ചാഹോ സോ ബനാവോ. അപ്പൊ സ്വയം നമ്മൾക്ക് എന്താണ് ആഗ്രഹം അതായിട്ട് മാറൂ എന്ന് ബാബ പറയാ. പുരുഷാർത്ഥ സേ ജോ ചാഹേ സോ പദ് ബാപ്പ് സേ ലേ ലോ. ബാബ പറയുന്നത്, പുരുഷാർത്ഥത്തിലൂടെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ പദവി നിങ്ങൾ ബാബയിൽ നിന്നെടുക്കൂ. അപ്പൊ ഇവിടെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് നേടാൻ കഴിയും. നമ്മൾ പുരുഷാർത്ഥം ചെയ്താൽ മതി, അത് നമുക്ക് തീർച്ചയായിട്ടും ബാബയിൽ നിന്ന് നേടാൻ കഴിയും. അതാ ബാബ പറയുന്നത്. പ്രദർശനി ആദിമേ ബച്ചെ പൂച്ച്തേ ഹേ നാ ക്യാ ബനേംഗെ. ദേവത ബനേംഗെ, ബാരിസ്റ്റർ ബനേംഗെ, ക്യാ ബനേംഗെ. അതായത് പ്രദർശനിയിലൊക്കെ കുട്ടികൾ ചോദിക്കുമല്ലോ, എന്തായിട്ട് മാറണം, ദേവതയായിട്ട് മാറണോ, ബാരിസ്റ്ററായിട്ട് മാറണോ, എന്തായിട്ടാണ് മാറേണ്ടത്. ജിത്തന ബാപ്പ് കോ യാദ് കരേങ്കെ സർവീസ് കരേങ്കെ ഉത്തന ഫൽ മിലേഗ. ബാബ പറയാണ് ഇവിടെ, നിങ്ങൾ എത്രമാത്രം ബാബയെ ഓർമ്മിക്കുന്നുവോ,
ബാബയുടെ സേവനം എത്രമാത്രം ചെയ്യുന്നുവോ അത്രയ്ക്കും നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കും. ജോ അച്ചി രീതി ബാപ്പു കോ യാദ് കർത്തേ ഹേ വഹ് സമജ്തേ ഹേ ഹംകോ സർവീസ് ബി കർണി ഹേ. ബാബ പറയാണ്, ആരാണോ നല്ല രീതിയിൽ ബാബയെ ഓർമ്മിക്കുന്നത്, നല്ല രീതിയിൽ ഓർമ്മിക്കുന്നവർക്ക് ഇതും മനസ്സിലാക്കാൻ കഴിയും, ഞങ്ങൾക്ക് തീർച്ചയായും ബാബയുടെ സേവനവും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത്. പ്രജ ബനാനി ഹേന, പ്രജകളെയും ഉണ്ടാക്കേണ്ടേ. യഹ് രാജധാനി സ്ഥാപൻ ഹോ രഹി ഹേ, ഇവിടെ രാജധാനി സ്ഥാപിക്കപ്പെടുകയാണ്. തോ ഉസ്മേം സബ് ചാഹിയെ, അപ്പോൾ അതിൽ എല്ലാം വരണം അല്ലെ. രാജധാനിയാകുമ്പോൾ രാജാവും പ്രജകളും ദാസദാസിമാരും എല്ലാവരും ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ഇവിടെ രാജധാനി സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇവിടെ എല്ലാം ആവശ്യമുണ്ട്. വഹാം വജീർ ഹോത്തേ നഹി, പക്ഷെ അവിടെ മന്ത്രി ഉണ്ടായിരിക്കില്ല എന്ന് ബാബ പറയാം. വജീർ കി ദർക്കാർ ഉൻകോ രഹത്തി ജിസ്കോ അക്കൽ കം ഹോത്താ ഹേ. ബാബ പറയുന്നത് മന്ത്രിയുടെ ആവശ്യം അവർക്കാണ് ഉണ്ടാവുക ആർക്കാണോ ശക്തി കുറവുള്ളത്. ഇവിടെ എന്ന് പറയുന്നത് സത്യത്രേതായുഗം എന്ന് പറയുന്നത് സ്വർഗമാണ്. ഇത് ലക്ഷ്മി നാരായണനാണ് അവിടെ രാജ്യം ഭരിക്കുന്നത്. അവരെന്താണ് ശക്തിവാന്മാരാണ് അല്ലെ, അത്രയ്ക്കും ബുദ്ധിയും ശക്തിയും ഒക്കെ ഉള്ളവരാണ്. അപ്പൊ അവർക്ക് അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു നിർദ്ദേശം എടുക്കാനായിട്ട് ഒരു മന്ത്രിയുടെ ആവശ്യമില്ല അവിടെ. അതാണ് ബാബ പറയുന്നത്, ആർക്കാണോ ശക്തി കുറവുള്ളത് അവർക്കാണ് മന്ത്രിയുടെ ആവശ്യം. തുംകോ വഹാം റായിക്ക് ദർക്കാർ നെഹി രഹത്തി ഹേ, നിങ്ങൾക്ക് അവിടെ അങ്ങനെ നിർദ്ദേശത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അതായത് ഒരാളിൽ നിന്നും നിർദ്ദേശം എടുക്കുക അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല, സ്വയം തന്നെ അതിനുള്ള ശക്തി ഉണ്ടായിരിക്കുമെന്ന് ബാബ പറയാം. ബാബ കെ പാസ് റായ് ലേനെ ആത്തെ ഹേ, സ്ഥൂൽ ബാത്തോം കി റായ് ലേത്തെ ഹേ, പൈസേ കാ ക്യാ കരേ, ധന്ദേ കൈസേ കരേ. ഇപ്പം ബാബയുടെ അടുത്ത് കുട്ടികൾ നിർദ്ദേശമൊക്കെ എടുക്കാൻ വരുന്നുണ്ട്, സ്ഥൂലമായ കാര്യങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ. അതായത് പൈസ എന്ത് ചെയ്യും, ജോലി എങ്ങനെ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിർദ്ദേശം എടുക്കാൻ ബാബയുടെ അടുത്ത് കുട്ടികൾ വരുമെന്ന് പറയാം. ബാബ കഹത്തെ ഹേ യഹ് ദുനിയാവി ബാത്തേ ബാപ്പ് കെ പാസ് നഹി ലേ ആവോ. അപ്പം ബാബ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ലോകത്തിലുള്ള കാര്യങ്ങളൊന്നും ബാബയുടെ അടുത്തേക്ക് കൊണ്ടുവരരുത്. ഹാ കഹാം ദിൽ ഷിക്കസ്ത് ബൻ നാ ജായേ തോ കുച്ച് നാ കുച്ച് അദഹ് ദേക്കർ ബത്താ ദേത്തെ ഹേ. അതായത് ബാബ പറയാ, ചിലയിടത്തൊക്കെ അവർക്ക് അങ്ങനെ ഹൃദയ നൈരാശ്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ബാബ ചെറിയ ചെറിയ രീതിയിലൊക്കെ യുക്തികളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. യഹാം കോയി മേരാ യഹ് കോയി മേരാ ദന്താ നഹി ഹേ, ഇത് എൻ്റെ ജോലിയേ അല്ല എന്ന് ബാബ പറയാ. മേരാ തോ ഈശ്വരീയ ദന്താ ഹേ തുംകോ രാസ്ത ബത്താനേക്ക. ബാബ പറയുന്നത് എൻ്റേത് എന്താണ്, ഈശ്വരീയ ജോലിയാണ്, ഈശ്വരീയ കർത്തവ്യമാണ്. അതായത് നിങ്ങൾ കുട്ടികൾക്ക് വഴി പറഞ്ഞു തരുക എന്നുള്ളത്. തും വിശ്വക്ക മാലിക് കൈസേ ബനോ, നിങ്ങൾ കുട്ടികളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കിയിട്ട് എങ്ങനെ മാറ്റും. തുംകോ മിലി ഹേ ശ്രീമത്ത്, നിങ്ങൾക്ക് എന്ത് ലഭിച്ചോ, ഭഗവാന്റെ ശ്രീമത്ത് ലഭിച്ചോ. ബാക്കി സബ് ഹേ ആസുരി മത്, ബാക്കിയെല്ലാം ആസുരീയ മതമാണെന്ന് ബാബ പറയാ. സത്യയുഗമേ കഹയെങ്കിൽ ശ്രീമത്, കലിയുഗമേം ആസുരീയ മത് അല്ലെ. സത്യയുഗത്തില് ശ്രീമതം എന്ന് പറയും, കലിയുഗത്തിൽ എന്ത് പറയും, ആസുരീയ മതം. വഹ് ഹേ ഹി സുഖദാം വഹാം ഏസാബി നെഹി കഹേങ്കെ കി രാജി കുഷി ഹോ. ബാബ പറയാണ്, അതായത് സത്യയുഗത്തെ എന്താ പറയാ, സുഖധാമം എന്നാ പറയാ. അവിടെ ഒരിക്കലും ഇങ്ങനെ പറയില്ല, സുഖമാണോ എന്ന് ചോദിക്കില്ല. തബിയത്ത് ടീക്ക് ഹേ, അതായത് ആരോഗ്യമൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുകയില്ല എന്ന് പറയാ ബാബ. യഹ് അക്ഷർ വഹാം ഹോത്തേ നഹി, ഈ അക്ഷരങ്ങൾ അവിടെ ഉണ്ടാവുകയില്ല എന്ന് പറയാ ബാബ. യഹ് യഹാം പൂച്ചാ ജാത്താ ഹെ, ഇവിടെയാണ് അതൊക്കെ ചോദിക്കുന്നത്. കോയി തക്ലീഫ് തോ നഹി ഹേ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. രാസി ഖുഷി ഹോ, സുഖമാണോ. ഇസ്മേം ബി ബഹുത്ത് ബാത്തേം ആ ജാത്തി ഹേ, വഹാം ദുഃഖ് ഹേ ഹി നഹി ജോ പൂച്ചാ ജായേ. അതായത് സത്യയുഗത്തിൽ ഇങ്ങനെ ചോദിക്കേയില്ല, കാരണം അവിടെ ദുഃഖമില്ല. ദുഃഖം ഉള്ളപ്പോഴാണല്ലോ സുഖമാണോ എന്ന് ചോദിക്കുന്നത്. സത്യയുഗത്തിൽ ആണെങ്കിൽ സുഖം തന്നെ സുഖമാണ്, പിന്നെ അവിടെ സുഖമാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ഇവിടെയാണെങ്കിലോ ദുഃഖത്തിൻ്റെ ലോകമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. വാസ്തവമേം തുംസേ കോയി പൂച്ച് നഹി സക്ത, വാസ്തവത്തിൽ നിങ്ങളോട് ഇതാരും ചോദിക്കാൻ കഴിയില്ല എന്ന് പറയാ ബാബ. ബൽ മായ ഗിർനെ വാലി ഹേ
തോബി ബാപ്പ് മില ഹേന. അതായത് മായ നിങ്ങളെ വീഴ്ത്തുന്നുണ്ടായിരിക്കാം, പക്ഷേ എങ്കിൽ കൂടി നിങ്ങൾക്ക് ബാബയെ ലഭിച്ചുവല്ലോ. തും കഹേങ്കെ ക്യാ തും കുശ് കൗരാഫ്ത് പൂछते हो, ഹം ഈശ്വർ കെ ബച്ചേ ഹേ, ഹംസേ ക്യാ കുശ് കൗരാഫ്ത് പൂछते हो. അതായത് നമ്മളപ്പോ ചോദിക്കും, എന്താ നിങ്ങൾ ഞങ്ങളോട് സുഖമാണോ എന്ന് ചോദിക്കുകയാണോ, ഞങ്ങളുടെ സുഖവിവരങ്ങൾ ചോദിക്കുകയാണോ? ഞങ്ങൾ ഈശ്വരന്റെ കുട്ടികളാണ്, ഞങ്ങളോട് എന്തിനാണ് ഇങ്ങനെ സുഖമാണോ അല്ലെങ്കിൽ സുഖവിവരങ്ങൾ ചോദിക്കുന്നത്? കാരണം ഈശ്വരന്റെ കുട്ടികൾക്ക് സദാ സന്തോഷമാണ്, സദാ സുഖമാണ്. പർവാഹ് ദി പാർ ബ്രഹ്മമേ രഹനെ വാലെ ബാപ്പ് കി വഹ് മിൽ ഗയാ ഫിർ കിസ്കി പർവാഹ്. അതായത് ചിന്തയുണ്ടായിരുന്നു, ദൂരെ ബ്രഹ്മത്തിൽ വസിക്കുന്ന ബാബയെ കുറിച്ച് ചിന്തയുണ്ടായിരുന്നു, പക്ഷെ ആ ബാബയെ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്തിനെ കുറിച്ചിട്ടാണ് ചിന്ത? അങ്ങനെ പറയും കുട്ടികൾ. യഹ് ഹമേശ യാദ് കർണി ചാഹിയേ ഹം കിസ്കെ ബച്ചേ ഹേ. ബാബ പറയുന്നത് നിങ്ങൾക്ക് ഇത് സദാ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം, ഞങ്ങൾ ആരുടെ കുട്ടികളാണ്, അത് സദാ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. യഹ് ബി ബുദ്ധി മേം ജ്ഞാൻ ഹേ കി ജബ് ഹം പാവൻ ബൻ ജായേങ്കെ തോ ഫിർ ലഡായി ശുരു ഹോ ജായേഗി. ഇതും ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. അതായത് ബുദ്ധിയിൽ ഈ ഒരു ജ്ഞാനവുമുണ്ട്, എപ്പോഴാണോ നമ്മൾ പാവനമായിട്ട് മാറുന്നത് അപ്പോൾ ഇവിടെ യുദ്ധമെല്ലാം തുടങ്ങുമെന്ന്. തോ ജബ് ബി തുംസെ കോയി പൂച്ചേ കി തും കുശ് രാസി ഹോ തോ ബോലോ ഹം തോ സദൈവ് കുശ് രാസി ഹേ. ഇനി ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ബാബ പറയൂ, ഞങ്ങള് സുഖമായിട്ടിരിക്കുന്നു. ബീമാർ ബി ഹോ തോ ബി ബാപ്പ് കി യാദ് മേ ഹോ. ഇപ്പോൾ അസുഖങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ നമ്മൾ ആരുടെ ഓർമ്മയിലാണ് ഇരിക്കുന്നത്? ബാബയുടെ ഓർമ്മയിലാണ് ഇരിക്കുന്നത്. തും സ്വർഗ് സേ ബി ജാസ്തി യഹാം കുശ് രാസി ഹോ. നിങ്ങൾ സ്വർഗത്തെക്കാളും കൂടുതൽ സുഖമായിട്ട് ഇവിടെയാണ് ഇരിക്കുന്നതെന്ന് പറയാ ബാബ. ജബ് കി സ്വർഗ് കി ബാദ്ഷാഹി ദേനെ വാല ബാപ്പ് മിലാ ഹേ जो हमको इतना लायक बनाते हैं तो हमको क्या परवाह रखी है. അതായത് സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി നൽകുന്ന ബാബയെ തന്നെ കിട്ടിയിരിക്കുകയാണ്. അതുമാത്രമല്ല ആ ബാബ നമ്മൾ കുട്ടികളെ ഇത്രയ്ക്കും യോഗ്യരായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾക്ക് എന്തിനെ കുറിച്ചിട്ടാണ് ചിന്ത വയ്ക്കുന്നത്? ഈശ്വർ കെ ബച്ചോം കോ ക്യാ പർവാഹ്. ഈശ്വരന്റെ കുട്ടികൾക്ക് എന്ത് ചിന്തയാണെന്ന് ബാബ ചോദിക്കാം. വഹാം ദേവതാവാം കോബി പർവാഹ് നഹി ഹേ. അതായത് അവിടെ ദേവതമാർക്കും ചിന്തയൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് ബാബ പറയാ. ദേവതാവോം കെ ഊപ്പർ തോ ഹേ ഈശ്വർ. ദേവതമാരെക്കാളും മുകളിലാണ് ഈശ്വരൻ. തോ ഈശ്വർ കെ ബച്ചോം കോ ക്യാ പർവാഹ് ഹോ സക്തി ഹേ. അങ്ങനെയാണെങ്കിൽ ഈശ്വരന്റെ കുട്ടികൾക്ക് എന്ത് ചിന്തയുണ്ടാവാനാണ്? കാരണം ദേവതമാർക്കോ ചിന്തയില്ല, ദേവതമാരെക്കാളും ഉയർന്നതാണ് ഈശ്വരൻ. അപ്പോൾ അങ്ങനെയുള്ള ഈശ്വരന്റെ കുട്ടികൾക്ക് എന്ത് ചിന്തയുണ്ടാവാനാണെന്ന് ബാബ ചോദിക്കാം. ബാബ ഹംകോ പഠാത്തേ ഹേ. ബാബ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ബാബ ഹമാര ടീച്ചർ സദ്ഗുരു ഹേ. ബാബ നമ്മുടെ ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്. ബാബ ഹമാരെ ഊപ്പർ താജ് രഖ് രഹേ ഹേ. ബാബ നമ്മൾ കുട്ടികളെ മേൽ കിരീടം വെച്ചിരിക്കുകയാണ്. ഹം താജ്ദാരി ബൻ രഹേ ഹേ. നമ്മൾ കുട്ടികൾ കിരീടധാരികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. തും ജാൻതേ ഹോ ഹംകോ വിശ്വ താജ് കൈസേ മിൽത്താ ഹേ. നിങ്ങൾക്കറിയുന്നുണ്ട്, അതായത് നമ്മൾക്ക് വിശ്വത്തിന്റെ കിരീടം എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന്. ബാപ്പ് നഹി താജ് രക്തേ. ബാബ ഒരിക്കലും കിരീടമൊന്നും വെക്കുന്നില്ല എന്ന് പറയാം. ബാബ നമ്മൾ കുട്ടികളെ കിരീടധാരികളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. യഹ് ബി തും ജാൻതേ ഹോ സത്യുഗ് മേ ബാപ്പ് അപ്പന താജ് അപ്പനെ ബച്ചോം പർ രക്തേ ഹേ ജിസ്കോ അംഗ്രേസി മേ കഹത്തെ ഹേ ക്രൗൺ പ്രിൻസ്. അതായത് ഇതും ബാബ മനസ്സിലാക്കി തരാണ്. അതായത് സത്യയുഗത്തില് ബാബ തൻ്റെ കിരീടം തൻ്റെ കുട്ടികളുടെ മേലാണ് വെക്കുന്നത്. അതിനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ക്രൗൺ പ്രിൻസ്. യഹാം ജബ് തക് ബാപ്പ് കാ താജ് ബച്ചേ കോ മിലെ തബ് തക് ബച്ചേ കോ ഉത്കണ്ഠ രഹേഗി കഹാം ബാപ്പ് മരേ തോ താജ് ഹമാരെ സിർ പർ ആവേ. അതായത് ഇവിടെയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ
ഏതുവരെ ബാബയിൽ നിന്നും കിരീടം കിട്ടുന്നില്ലയോ അതുവരെ കുട്ടികൾക്ക് ഉത്കണ്ഠയാണ്. അതായത് എന്താണ്, അച്ഛൻ്റെ കിരീടമാണല്ലോ കുട്ടികൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത് കിട്ടുന്നത് വരെ കുട്ടികൾക്ക് ഇവിടെ ഉത്കണ്ഠയാണെന്ന് പറയാം. അഥവാ ഇനി അച്ഛൻ മരിക്കുകയാണെങ്കിൽ കിരീടം ഞങ്ങളുടെ തലയിൽ തന്നെ വരുമോ, അങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് കുട്ടികൾക്ക്. ആശാ ഹോഗി പ്രിൻസ് സെ മഹാരാജ ബനും, അതായത് അവർക്ക് രാജകുമാരിൽ നിന്നും മഹാരാജാവായിട്ട് മാറണം എന്ന ആശയമുണ്ട്. അപ്പനെ സമയ പർ കായദേ അനുസാർ വഹാം തോ ഏസി ബാത്ത് നെഹി ഹോത്തി. പക്ഷെ സത്യയുഗത്തിൽ അങ്ങനെയുള്ള ചിന്തകളോ ആകുലതകളോ ഒന്നുമില്ല കുട്ടികൾക്ക്. അപ്പനെ സമയ പർ കായദേ അനുസാർ ബാപ്പ് ബച്ചോം കോ താജ് ദേക്കർ ഫിർ കിനാര കർ ലേത്തെ ഹേ. അതായത് ആ സമയത്തിനനുസരിച്ച് നിയമമനുസരിച്ച് അച്ഛൻ എന്താ ചെയ്യുക, കുട്ടികൾക്ക് ഈ കിരീടം ധാരണ ചെയ്ത് കൊടുക്കും അല്ലേ. കിരീടം കൊടുത്ത് പിന്നെ അവർക്കായിട്ട് വഴിമാറി കൊടുക്കുകയാണ്. അത് സമയമനുസരിച്ച് നിയമമനുസരിച്ച് കറക്റ്റായിട്ട് നടന്നു പോകുന്ന ബാബ പറയാം. വഹാം വാനപ്രസ്ഥയ്ക്ക് ചർച്ച ഹോത്തി നഹി. അതുമാത്രമല്ല അവിടെ വാനപ്രസ്ഥത്തിന്റെ കാര്യം, അതിനെക്കുറിച്ചുള്ള ചർച്ചയൊന്നും സത്യയുഗത്തിൽ ഉണ്ടായിരിക്കില്ല. ബച്ചോം കോ മഹൽ ആദി ബനാകർ ദേത്തെ ഹേ ആശായേം സബ് പൂരി ഹോ ജാത്തി ഹേ. അതായത് കുട്ടികൾക്കായിട്ട് അവിടെ കൊട്ടാരങ്ങളെല്ലാം നിർമ്മിച്ചു കൊടുക്കുന്നു, എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കി കൊടുക്കുകയാണ്. തും സമജ് സക്തേ ഹോ സത്യയുഗമേ സുഖ് ഹി സുഖ് ഹേ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, സത്യയുഗത്തില് സുഖം തന്നെ സുഖമാണ്. പ്രാക്ടിക്കൽ മേ സബ് സുഖ് തബ് പായേങ്കെ ജബ് വഹാം ജായേങ്കെ. എപ്പോഴാണോ നിങ്ങൾ അവിടെ പോകുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് ആ പ്രാക്ടിക്കലായിട്ടുള്ള ആ സുഖം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. വഹ്തോ തും ഹി ജാനോ സ്വർഗമേം ക്യാ ഹോഗ. അപ്പോൾ സ്വർഗത്തിൽ എന്താണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് മനസ്സിലാക്കുന്നതെന്ന് ബാബ പറയാം. ഏക് ശരീർ ചോട് ഫിർ കഹാം ജായേങ്കെ. ഒരു ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് പിന്നെ എങ്ങോട്ട് പോകും? അബി തുമേം പ്രാക്ടിക്കൽ മേം ബാപ്പ് പഠാ രഹേ ഹേ. ഇപ്പൊ നിങ്ങൾ കുട്ടികളെ ബാബ പ്രാക്ടിക്കലായിട്ട് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. തും ജാൻതേ ഹോ ഹം സച്ച് സച്ച് സ്വർഗമേം ജായേങ്കെ. കുട്ടികൾക്ക് അറിയാം ഞങ്ങൾ സത്യമായ സ്വർഗത്തിലേക്ക് പോകുമെന്നുള്ളത്. വഹ്തോ കഹ് ദേത്തെ ഹം സ്വർഗമേം ജാത്തേ ഹേ പതാ ഭി നഹി ഹേ സ്വർഗ് കിസ്കോ കഹാ ജാത്താ ഹേ. അതായത് ലോകത്തിലുള്ളവർ പറയുന്നുണ്ട് ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമെന്നുള്ളതൊക്കെ. പക്ഷേ അവർക്ക് അറിയുകയില്ല ഈ സ്വർഗം എന്ന് എന്തിനെയാണ് പറയുന്നത്, അതുപോലും അറിയുന്നില്ല എന്ന് ബാബ പറയാ. ജന്മ ജന്മാന്തർ യഹ് ആജ്ഞാൻ കി ബാതേം സുൻതേ ആയേ. അപ്പൊ ബാബ പറയാണ് ജന്മജന്മാന്തരമായിട്ട് ഈ അജ്ഞാനത്തിന്റെ കാര്യങ്ങളാണ് കേട്ടുകൊണ്ട് വന്നത്. അബി ബാപ്പ് തുംകോ സത്യ ബാതേം സുനാത്തേ ഹേ. ഇപ്പോൾ ബാബയാണെങ്കിലോ നിങ്ങൾ കുട്ടികൾക്ക് സത്യമായ കാര്യങ്ങളാണ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛാ മീറ്റേ മീറ്റേ സിക്കിലതേ ബച്ചോം പ്രതി മാത് പിതാ ബാപ് ദാദാ കാ യാദ് പ്യാർ ഓർ ഗുഡ് മോർണിംഗ്. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी माता पिता बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. धारणा के लिए मुख्य सार. फर्स्ट पॉइंट, सदा राशि खुशी रहने के लिए बाप की याद में रहना है. അതായത് ബാബ പറയാണ് സദാ നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ സുഖമായിട്ടിരിക്കാൻ ബാബയുടെ ഓർമ്മയിലിരിക്കണം. പഠായി സെ അപ്പനെ ഊപ്പർ രാജായി കാ താജ് രഖനാ ഹെ. പഠിപ്പിലൂടെ നിങ്ങൾ സ്വയത്തിന് മേൽ രാജ അധികാരത്തിന്റെ കിരീടം വെക്കണം. സെക്കൻഡ് പോയിന്റ്, ശ്രീമത് പർ ഭാരത് കോ സ്വർഗ് ബനാനെ കി സേവ കർണി ഹെ. ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുന്നതിനുള്ള സേവനം ചെയ്യണം. എങ്ങനെ ചെയ്യണം? ശ്രീമതമനുസരിച്ച്. സദാ ശ്രീമത് കാ റിക്കാർഡ് രഖനാ ഹെ. സദാ നിങ്ങൾ ശ്രീമത്തിന് മേൽ ബഹുമാനം വെക്കണം. ഈ ബാബ വരദാനം തരാണ്. ശ്രേഷ്ഠ തക്ദീർ की स्मृति द्वारा अपने समर्थ स्वरूप में रहने वाले സൂര്യവംശി പദ് കെ അധികാരി ഭവ. അതായത് ശ്രേഷ്ഠമായ ഭാഗ്യത്തിന്റെ സ്മൃതിയിലൂടെ തൻ്റെ സമർത്ഥ സ്വരൂപത്തിലിരിക്കുന്നവരായ
സൂര്യവംശി പദത്തിൻ്റെ അധികാരികളായി ഭവിക്കട്ടെ. ഇതാണ് ബാബ വരദാനം നൽകുന്നത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ബാബ പറയാണ്, जो अपनी श्रेष्ठ तकदीर को सदा स्मृति में रखते हैं वह സമർത്ഥ സ്വരൂപ में रहते हैं. ബാബ പറയാണ്, ആരാണോ തൻ്റെ ശ്രേഷ്ഠമായ ഭാഗ്യമുണ്ടല്ലോ അതിനെ സദാ സ്മൃതിയിൽ വെക്കുന്നത് അവര് സമർത്ഥ സ്വരൂപത്തിലാണ് ഇരിക്കുക. തൻ്റെ ശ്രേഷ്ഠമായ ഭാഗ്യം അത് സദാ സ്മൃതിയിൽ വെക്കുമ്പോഴാണ് സമർത്ഥ സ്വരൂപത്തിൽ ഇരിക്കാൻ കഴിയുക. ഉനേം സദാ അപ്പന അനാദി അസ്ലി സ്വരൂപ് സ്മൃതി മേ രഹതാ ഹെ. അവർക്ക് സദാ തൻ്റെ അനാദിയായിട്ടുള്ള സത്യമായിട്ടുള്ള സ്വരൂപത്തെ സ്മൃതിയിൽ വയ്ക്കാൻ കഴിയുന്നു. കബി നക്ലി ഫേസ് ധാരൺ നെഹി കർത്തെ. ഒരിക്കലും തെറ്റായിട്ടുള്ള ഒരു മുഖമൊന്നും അവര് ധാരണ ചെയ്യില്ല. കൈ ബാർ മായ നക്ലി ഗുൺ ഓർ കർത്തവ്യ കാ സ്വരൂപ് ബനാ ദേത്തി ഹെ. പല പ്രാവശ്യം മായ തെറ്റായിട്ടുള്ള ഗുണങ്ങളും കർത്തവ്യങ്ങളൊക്കെ അതിൻ്റെ സ്വരൂപമാക്കിയിട്ടൊക്കെ മാറും. കിസ്കോ ക്രോധി, കിസ്കോ ലോബി, കിസ്കോ ദുഃഖി, കിസ്കോ അശാന്ത് ബനാ ദേത്തി ഹെ. അതായത് ഈ മായ വന്ന് ചിലവരെ ക്രോധിയാക്കിയിട്ടും ചിലരെ ലോബിയാക്കിയും ചിലരെ ദുഃഖിയാക്കിയും അശാന്തിയും ഒക്കെ ആക്കി മാറ്റുന്നുണ്ട്. ലേക്കിൻ അസ്ലി സ്വരൂപ് ഇസ് സബ് ബാത്തോം സെ പരേ ഹെ. പക്ഷെ യഥാർത്ഥമായിട്ടുള്ള സ്വരൂപം ഈ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഉയർന്നതാണ്. जो बच्चे अपने असली स्वरूप में स्थित रहते हैं वह സൂര്യവംശി പദ के अधिकारी बन जाते हैं. ബാബ പറയുന്നത്, ഏത് കുട്ടികളാണോ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയുള്ളവര് സൂര്യവംശി പദത്തിൻ്റെ അധികാരികളായിട്ട് മാറുന്നു എന്ന് ബാബ പറയാം. ഈ ബാബ സ്ലോഗൻ പറയാണ്, സർവ് പർ രഹം കർണേ വാലേ ബനോ തോ അഹം ഓർ വഹം സമാപ്ത് ഹോ ജായേഗ. അതായത് നിങ്ങൾ എല്ലാവരുടെ മേലും ദയയുള്ളവരായിട്ട് മാറാൻ പറയാ ബാബ. രഹം കർണേ വാലേ ബനോ, ദയയുള്ളവരായിട്ട് മാറൂ. അങ്ങനെയാണെങ്കിൽ ബാബ പറയുന്നത് ഈ അഹങ്കാരങ്ങളും അതൊക്കെ സമാപ്തമായിട്ട് മാറുമെന്ന് ബാബ പറയാം. ഈ ബാബ അവ്യക്ത ഇഷാരത്തരാണ്. അതായത് ബന്ധനമുക്തരായിട്ടിരുന്ന് ജീവൻ മുക്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യാനാണ്. ജബ് ആപ്കി രചന കമൽ പുഷ്പ ജൽ മേ രഹത്തെ ജൽ കെ ബന്ധൻ സെ മുക്ത് ഹെ तो जब रचना में यह विशेषता है तो क्या मास्टर रजदा में नहीं हो सकती. അതായത് ബാബ പറയാണ്, എപ്പോഴാണോ നിങ്ങളുടെ രചനയായ കമലപുഷ്പം താമരപ്പൂവ് ജലത്തിൽ ഇരുന്നിട്ടും ആ ജലത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും മുക്തമാണ് ജലത്തിൽ, അതായത് മോശമായിട്ടുള്ള അഴുക്ക് വെള്ളത്തിലാണ്, പക്ഷെ ഒന്നിനെയും ടച്ച് ചെയ്യാതെ വേറിട്ടിരിക്കുകയാണ്. അതായത് ആ ജലത്തിൻ്റെ ബന്ധനത്തിലില്ല, മുക്തമായിട്ടാണ് താമര പോയിരിക്കുന്നത്. അപ്പൊ ബാബ പറയാണ്, അതായത് നിങ്ങളുടെ രചന തന്നെ ഇങ്ങനൊരു വിശേഷത ഉണ്ടെങ്കിൽ എന്താ നിങ്ങൾ മാസ്റ്റർ രചയിതാക്കൾക്ക് അത് ഉണ്ടാകാൻ സാധിക്കില്ലേ. ജബ് കബി ബന്ധൻ മേ ഫസ് ജാവോ തോ अपने सामने कमल पुष्प का दृष्टांत रखो कि जब कमल पुष्प न्यारा प्यारा बन सकता है तो क्या मास्टर सर्वशक्तिवान नहीं बन सकते. അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ബന്ധനത്തിൽ കുടുങ്ങുകയാണെങ്കിൽ ബാബ പറയുന്നത്, നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ ആ താമര പുഷ്പത്തെ നിങ്ങൾ ഉദാഹരണമാക്കി വെക്കൂ. അങ്ങനെയാണെങ്കിൽ ബാബ പറയുന്നത്, അതായത് ഈ കമല പുഷ്പം എങ്ങനെയാണോ സ്നേഹിയും വേറിട്ടതുമായിട്ടിരിക്കാൻ കഴിയുന്നത്, അങ്ങനെയാണെങ്കിൽ മാസ്റ്റർ സർവശക്തിവാനായ നമ്മൾക്ക് അങ്ങനെ എന്താ കഴിയില്ലേ, സ്നേഹിയും വേറിട്ടതുമായിട്ടിരിക്കാൻ കഴിയില്ലേ എന്ന് ബാബ ചോദിക്കാം. തോ സദാ ബഞ്ചായെങ്കെ. ബാബ പറയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സദാ എന്തായിട്ട് മാറാൻ കഴിയും, മുക്തമായിട്ടിരിക്കാൻ സാധിക്കുമെന്ന് ബാബ പറയാം. ഓം ശാന്തി. ഒരു മിനിറ്റ് ബാബനെ ഓർമ്മിക്കാം.
ഓം ശാന്തി.